ജനകാദി മഹർഷീശ്വരന്മാർ ചോദിച്ചതിന് മറുപടിയായിട്ട് പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം കേൾക്കാണ്ടായ കഥ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകടനാണ്. അപ്പോഴാണ് ഭഗവാന്റെ ഈ പാണ്ഡവന്മാരെ കണ്ട സന്തോഷമൊക്കെ കഴിഞ്ഞ് അവരെ അനുഗ്രഹിച്ച കുന്തിദേവി അനുഗ്രഹിച്ച ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിയെന്നും ദ്വാരകയിലെ മടങ്ങി ചെന്ന് അങ്ങനെ ഭഗവാൻ ദ്വാരകയിൽ കഴിയുമ്പോഴാണ് ദ്വാരകാപുരിവാസികൾക്കൊക്കെ വലിയ സന്തോഷമായി ഭഗവാനോട് എത്തിയില്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ പാണ്ഡവന്മാർക്ക് അച്ഛാ ഇവിടെ എത്ര സന്തോഷമില്ല, ഭഗവാൻ പോയില്ലോ. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ പാണ്ഡവന്മാരുടെ ആ ഒരു മനസ്സൊക്കെ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ ഒരു പ്രതിജ്ഞ ഉണ്ട്. എന്താ വെച്ചാൽ ദുഃഖം വരുത്തുകയില്ല ഞാൻ ആർക്കുമേ. അതാണ് പ്രതിജ്ഞ. എന്നുവെച്ചാൽ അർത്ഥം ദുഃഖം വരുത്തുകയില്ല ഞാൻ ആർക്കുമേ. ഞാൻ ആർക്കും ദുഃഖം വരുത്തില്ല. അപ്പൊ ദുഃഖം വരുന്നതോ കയ്യിലിരിപ്പ് തന്നെ, അവനവൻ്റെ കയ്യിലിരിപ്പ്. അല്ലാണ്ട് ഇതിനുണ്ട് നമ്മളെന്തെങ്കിലും വല്ല അമ്മിക്കല്ല് വലിച്ച് കാലമ്പിലിടുന്നിട്ട് ദൈവത്തിന് കണ്ണ് കണ്ടുകൂടാ എന്ന് പറയും. ദൈവം ഇപ്പം ഇത് വലിച്ചിട്ടത് പറയില്ലേ. എന്നിട്ട് അവനവൻ എന്തെങ്കിലും കുഴി ചെന്ന് കുത്തനെ ചാടും, കഥയില്ലാണ്ട്. എന്നിട്ട് ആരെയും കുറ്റം പറയുന്നത്? ദൈവത്തിന് തഞ്ചത്ത് പറയാം, അച്ഛനെ അമ്മയൊക്കെ പറയണ പതിവ് അല്ലേ, ആരെങ്കിലുമൊക്കെ പറയും. നമ്മളല്ലാത്ത ആരെങ്കിലും ചെയ്തത് അവനവനാണെങ്കിൽ അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത്. അത് മനസ്സിലാവില്ല, പറഞ്ഞാലും ബുദ്ധിയാവില്ല, അംഗീകരിക്കൂല്ല. ആർക്കാ കുറ്റം? ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ എന്താ വെച്ചാൽ ഭഗവാൻ ഈ പാണ്ഡവന്മാരെ ഒന്നങ്ങടെ അത്രയ്ക്ക് വയ്യ, അവർക്ക് വിഷമം പാടില്ലല്ലോ നിരീക്ഷിച്ചു. ആ കാലത്ത് എന്താ ഉണ്ടായിച്ചാൽ അങ്ങാണ് നമ്മുടെ ഈ ഉത്തരാദേവി പ്രസവിച്ചു. ഉത്തര അറിയില്ലേ, ഭഗവാൻ ആ ഗർഭത്തിൽ കയറി ചെന്നിട്ട് ആ ഉണ്ണിയെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഉത്തര പ്രസവിച്ചപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്താ വെച്ചാൽ ഈ വംശത്തിൽ ഇനിയിപ്പം പരമ്പരയില്ല, മരിച്ചു, എല്ലാം മരിച്ചു പോയി. പുത്രന്മാരൊക്കെ പാഞ്ചാലിയിലുണ്ടായി, പുത്രന്മാരെല്ലാവരും മരിച്ചില്ലേ. ഇനിയിപ്പം അവസാനപ്പോൾ ഒരു പ്രതീക്ഷ, ഈ ഉത്തര പെൺകുട്ടി പെറ്റാലുണ്ടാവണേ. അത് ഉണ്ണി വെച്ചാൽ ഒരു ഭാഗ്യം എന്നേ കൂട്ടുണ്ടോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസവിച്ചു, ഉണ്ണിനെയാണ്. അതും സന്തോഷം അല്ലേ, വലിയ സമാധാനമായി. പെൺകുട്ടി വെച്ചാൽ അതിന് വെളിയിച്ചു കൊടുത്ത് അത് പോവില്ലേ. അപ്പം അതുകൊണ്ട് രാജ്യം ഭരിക്കാനും വംശം നിർത്താനും ഒക്കെ ആളായില്ലോ എന്ന് ചോദിച്ചാൽ അവർ സമാധാനിച്ചു. അപ്പം അവരെന്താ ചെയ്തു വെച്ചാൽ മഹാരാജാവ് ഉണ്ണി അച്ഛൻ്റെ ഉണ്ണിയാണ്. അപ്പം മുത്തശ്ശന്മാരാണെങ്കിലും അച്ഛൻ്റെ സ്ഥാനത്തിരുന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവ് ജാതകർമ്മമൊക്കെ കഴിച്ചു. ജാതകർമ്മം കഴിഞ്ഞാൽ പിന്നെ നാമകരണമാണ്. പേര് വിട്ടു ഉണ്ണിക്ക്. എന്താ പേരിട്ടത് പറയും. അതായത് എന്താ വെച്ചാൽ അത് ഗർഭത്തിലേ മരിച്ചു പോയതാണ്. പിന്നെ ഇപ്പം ആരാ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് തന്നത്? ഭഗവാനാണ്. ഭഗവാന്റെ ഉണ്ണിയാണ്. അപ്പം അത് ഭഗവാൻ കൊണ്ടുവന്ന് തന്ന ഉണ്ണിയാണല്ലോ. അപ്പം അതിനെന്ത് ചെയ്തു? പേരിട്ടു രാതോവോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ തസ്മാം നാംന വിഷ്ണുരാത ഇതി ലോകേ ബൃഹച്ഛവാ എന്നും പറഞ്ഞു. ഇതാണ്ടായത്. എങ്ങനെയാ പേരിട്ടതേ? അതായത് രാതോവോ അനുഗ്രഹാർത്ഥായ, മരിച്ചുപോയി എന്നുള്ള ഉണ്ണിയെ ആര് കൊണ്ടുവന്ന് തന്നു? ഭഗവാൻ. ആദ്യം രാതൻ എന്ന് പറഞ്ഞ ദത്തൻ, ഭഗവാൻ കൊണ്ടുവന്ന് തന്നവൻ എന്നർത്ഥത്തിൽ ഉണ്ണിക്ക് എന്ത് പേരിട്ടു? ആ ഉണ്ണിയെ വിഷ്ണുരാതൻ എന്ന് പേരിട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിഷ്ണുരാതൻ എന്നാണ് ഉണ്ണിയുടെ പേര്. കേട്ടിട്ട് പരിചയം തോന്നുന്നില്ല? ഇല്ലല്ലേ? തോന്നില്ല, പേടിക്കണ്ട. എന്താ വെച്ചാൽ ഈ പേര് അധികം പ്രസിദ്ധമായില്ലേ. ഇത് ജാതകത്തിൽ അങ്ങനെ കടന്നു. ജാതകത്തിലെ പേരുണ്ടാവൂല, അന്ന് കേട്ടിരുന്നു. വിളിക്കണ പേരാണല്ലോ പ്രസിദ്ധാവുക. അപ്പൊ വിളിക്കണ പേര് ഇപ്പം എന്താ വെച്ചാൽ അപ്പം അതിപ്പോൾ എന്താണെന്നാണെങ്കിൽ അത് പ്രസിദ്ധമായി. അതായത് ഉണ്ണി കൊട്ടാരത്തിൽ ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടിട്ട് സകലരും വരും ഇതിനെ കാണാനേ. ഉണ്ണിയെ കാണാൻ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒക്കെ പറ്റുമെന്ന് കേട്ടാൽ പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലേ, മറ്റേ സഞ്ചിയൊക്കെ ആയിട്ട്. എന്തപ്പോൾ സഞ്ചിയിലെ ശരിയാ, സോപ്പിൻ്റെ പെട്ടി എന്താവോ എന്തൊക്കെ ഉണ്ടാവും ആകാശമുള്ളത്. അപ്പോൾ സമ്മാനങ്ങളൊക്കെ ആയിട്ട് പോകും. ഉണ്ണിയെ കാണാനൊക്കെ ആയിട്ട് വിശേഷ വസ്തുക്കളൊക്കെ ആയിട്ട്, ആഭരണങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷമായ പദാർത്ഥങ്ങൾ, അതിന് ഉപകാരമുള്ള ഉടുപ്പോ വസ്ത്രമൊക്കെ ആയിട്ട് പോവില്ലേ. അപ്പം അങ്ങനെ പോവില്ല. അപ്പം അതേ മട്ടിൽ ഇവിടെ രാജാവ് ഉണ്ണി ഉണ്ടായി കൊട്ടാരത്തിൽ നിന്ന് കേട്ടിട്ട് അവരെല്ലാവരും സന്തോഷമായിട്ട് എല്ലാവരും വന്ന് ഉണ്ണി എങ്ങനെ കാണാനായിട്ട് വരും. ഇവരൊക്കെ എല്ലാവരും വന്ന് ഈ ഉണ്ണി ഇങ്ങനെ കിടക്കണം ഉണ്ണിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ കണ്ട് നോക്കിയിരിക്കുമ്പം ഈ കുമാരൻ മലർന്ന് കിടക്കണ ഈ ഉണ്ണി ഉണ്ടല്ലോ. ഉണ്ണി ഇപ്പം എന്താ വെച്ചാൽ ഈ വന്ന് തന്നെ കാണാൻ വന്നവരൊക്കെ നല്ലോണം ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് ഇങ്ങനെ പോരാ എവിടെ, ഇതെന്താ അത്, അതെന്താ അങ്ങനെ നോക്കുമ്പോ പോരാട്ടോ. ഇപ്പൊ എവിടെ കിടക്കണം? അത് ഇല്ല ഈ ലെവലേശല്ല ഈ മട്ട. എന്താ നോക്കണമെന്നറിയോ? പണ്ട് താൻ ഗർഭത്തിലിരിക്കുമ്പം സാധാരണ എല്ലാ ഉണ്ണിയോളും പെറ്റ് വീണ് അവനവൻ്റെ അമ്മയെ കണ്ടിട്ടാണ് പിന്നെ ആരെങ്കിലുമൊക്കെ അങ്ങനെയാ പതിവ്. ഈ ഉണ്ണി വെച്ചാൽ അമ്മയെ കാണുന്നതിൻ്റെ മുമ്പ് ഒരാളെ കണ്ടിട്ടുണ്ട്. അതായത് ഗർഭത്തിലിരിക്കെ കണ്ടത്. ഏത് സ്വരൂപ കണ്ടത്? അതാണ് ആ സ്വരൂപം. ശംഖചക്രഗദ പത്മ വനമാല വിഭൂഷിതം നൂപുരൈർവിലസത്പാദം കൗസ്തുഭപ്രഭയായുതം ദ്യുമൽ കിരീടകടകടിസൂത്രാംഗതായുതം സർവാംഗസുന്ദരം ഹൃദ്യം പ്രസാദസുമുഖേ ക്ഷണം. ഇതൊക്കെ പണ്ട് കണ്ട സ്വരൂപ. ആ സ്വരൂപമാണോ ഈ വന്ന് നിൽക്കണത് എന്നറിയാനാണെങ്കിൽ വന്നവരിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അതൊന്നും അതല്ലേ. അങ്ങനെ ഈ ഭഗവാൻ ആണോ വന്നത് തൻ്റെ മുമ്പിലേക്ക്, ഭഗവാൻ ആണോ മുമ്പിലേക്ക് വന്നത് എന്നറിയാനായിട്ട് ഈ ഉണ്ണി വന്നവരെങ്ങനെ പരീക്ഷിക്കും.
അങ്ങനെയാണ്. അങ്ങനെ വന്നവരെ പരീക്ഷിച്ച് എന്നായി. അതെപ്പോഴേത് അങ്ങനെ അത് അതിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയി. പരീക്ഷിച്ച് എന്നായി. അങ്ങനെ ഈ മലർന്ന് കിടക്കണ കാലത്ത് ഭഗവാനെ പരീക്ഷിക്കാൻ പുറപ്പെട്ട ഉണ്ണിയാണ് ആര്? ഈ ഉണ്ണി. അങ്ങനെ പരീക്ഷിത്തെന്ന് പേര്. ഇങ്ങനെ പേരുണ്ടായത് പരീക്ഷിത്തന്നേ. അത് ശ്രദ്ധിക്കണം കേട്ടോ. നോക്കൂ, പെറ്റ് വീണ് മലർന്ന് കിടക്കണ കാലത്ത് ഭഗവാനെ നിരീക്ഷിച്ചറിയാൻ പുറപ്പെട്ട ഉണ്ണിയാണ്. നമ്മുടെ നാട്ടില് 125-ാമത്തെ വയസ്സിലൊരു മലർക്കലുണ്ട്. അങ്ങനെ ഒരു മലർക്കൽ. അന്ന് പോലും ഭഗവാനെ പരീക്ഷിക്കാൻ തോന്നില്ല. സ്വത്താരെ കൊണ്ടുപോയി ഇത് രണ്ടാമത്തോളോ മൂത്തോനോ എന്ന്. അന്ന് ആക്രാന്താണേ. ശരിയല്ലേ ഇത്? അന്നും ഇല്ല ഈശ്വര വിചാരം ചെയ്യാൻ തോന്നില്ല. ഇത് ഈ മലർപ്പെറ്റ് വീണ് ആ കാലത്തൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മഹാകേമനാണെന്നാ പറഞ്ഞത്. ശ്രദ്ധിക്കണം കേട്ടോ, കണക്കിൽ വെച്ചോളൂ. അങ്ങോട്ട് സാധാരണക്കാരൻ്റെ മതി അങ്ങോട്ട് കൂട്ടണ്ട. ആരെ ഇപ്പൊ പുറപ്പെട്ട ഉണ്ണിയെ പരീക്ഷിത്ത്. അങ്ങനെയാ പേര്. ജാതകത്തിലെ പേരും കേമാണ്, വിളിക്കുന്ന പേരും കേം. ജാതകത്തിലെ എന്താ പേര്? വിഷ്ണുരാധൻ, മഹാകേമാണ്. വിളിക്കുന്ന പേരോ പരീക്ഷിത്ത്. രണ്ടും ഭഗവാന്റെ കഥയായിട്ട് കിടക്കണം. അതൊക്കെ അങ്ങനെയായിരുന്നു. നല്ല നല്ല പേരാ കുട്ടികൾക്കൊക്കെ എടുത്ത പേരാ. നാരായണൻ. കണ്ടാൽ തന്നെ കുറച്ചു നേരം നോക്കി നിൽക്കാൻ തോന്നും. എന്താ ആ പേര് കേട്ടതിന്റെ? എന്താ പേര്? സാവിത്രി. അമ്പോ എന്തല്ലേ, കേട്ടാൽ തന്നെ നമുക്കൊരു സന്തോഷ. എന്താ പേര്? ഒന്നും പറയണ്ട. മാധവൻ, കേശവൻ, അച്യുതൻ ഇല്ലേ? ഈ എന്താ ഭംഗിയല്ലേ ആ പേരിനൊക്കെ. ശങ്കരൻ എന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയുള്ള ഒക്കെ എല്ലാ പേരും എങ്ങനെയാണ്. പിന്നെ അതൊക്കെ ആ പേരിന്റെ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ ഈ പേര്? പിന്നെ എന്താന്നോ നമുക്കും അറിയില്ല. എന്തോ ഒച്ചപ്പാട്. ഒരു പെട്ടിമരുന്നിന് തീപിടിച്ച ജാതി. ശരിയല്ലേ ഇത്? പിന്നെ അങ്ങനെ ഈ ഇടക്കാലത്തെ പേര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇടക്കാലത്തൊക്കെ ചില പേര് അജാതി പേരാണേ, ഒന്നും പറയണ്ട. പിന്നെ ഇപ്പൊ കുറേശ്ശൊക്കെ മാറി വരുന്നുണ്ട്. എന്താ കുട്ടൻ്റെ പേര്? വിഷ്ണു. അമ്മാത്ത മുത്തശ്ശന്റെ പേര് നന്നായി. എന്താ ഉണ്ണയുടെ പേര്? ജിഷ്ണു. കേമായി. എന്താ കുട്ടൻ്റെ പേര്? ഗോവിന്ദ്. പിടുത്തം വിട്ട് പോകണുണ്ടെച്ചാലും സംഗതി ഗോവിന്ദനാണ്. ഉണ്ണിയുടെ പേരെന്താ? ശങ്കർ. രണ്ട് കീറിയ മാതിരിയാ തോന്നിയത്. എന്നാലും ശങ്കര ഭഗവാനെയാണല്ലോ. കുറേശ്ശെ ഇപ്പം നേരെയായി വരുന്നുണ്ട് ഇല്ലേ? പേടിക്കണ്ട, കുറച്ചുകൂടെ ഒക്കെ നേരെയായിക്കോളും. കാത്തിരിക്കന്നെ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പേരൊക്കെ നോക്കാം. നമ്മൾ കഥയിലെ പേരൊക്കെ എന്താ പൊരൂട്ടത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണേ. പറയാൻ പറ്റില്ല ചില ദിക്കില്. ഒരിക്കലും വായിക്കും. കുറെ ദൂരെയാണ് പറയാൻ. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. എനിക്കിപ്പോൾ ഒന്നും ഒരിക്കലും പറയാൻ വയ്യ. ആരെവിടെ ഉണ്ടാവുമെന്ന് പറയാൻ എല്ലാവരും എല്ലായിരിക്കലും ഉണ്ടാവുകയും നമുക്ക് ആശ കട്ടാൻ മനസ്സിലാവും. അങ്ങനെയൊക്കെ ഉണ്ടേ. എന്നാലും ശ്രദ്ധിച്ചോളൂ. ഒരു ദിക്കിൽ പോയപ്പോൾ ചെറുപ്പക്കാരൻ അന്ന് കുറച്ച് കാലം കിട്ടുമോ ഇത് അങ്ങനെ ഒരു 10-25 വയസ്സ് നല്ല മിട്ടക്കൻ, നല്ല യോഗ്യൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ. അപ്പോൾ പരിചയപ്പെട്ട് വന്ന വർത്തമാനം അമ്പലത്തിലെല്ലാം ഉത്സാഹിയണേ. അടുത്ത് വരെ തൊഴും. അപ്പോൾ വർത്തമാനം പറഞ്ഞ് നമ്മൾ ചോദിക്കില്ലെങ്കിൽ ചോദിക്കണ്ടേ ആൾക്കാരോട്. എനിക്ക് ഇയാൾ ഭൂതാ പറയില്ലേ. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് പരിചയപ്പെട്ട് ചോദിച്ചു, എന്താ ഉണ്ണിയുടെ പേരെ ചോദിച്ചു. മർട്ടു. എന്താന്നോ മനസ്സിലായില്ല. മർട്ടു. അതെന്താ അത്? നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അപ്പം അതെന്നെ പെറ്റത് മാർച്ച് 2-ാം തീയതി. അതുകൊണ്ട് എന്ത് പേരിട്ടു? മാർട്ടു. അപ്പം നമുക്ക് തോന്നി ഫെബ്രുവരിയിൽ പറഞ്ഞ നന്നായി. എന്നുവെച്ചാൽ നമ്മൾ നരകിക്കില്ലേ? എന്ത് ചെയ്യും? എന്ത് പറയണ്ടേ? പപ്രട്ടു എന്നൊക്കെ പറയേണ്ടി വരില്ലേ? ഭാഗ്യം. സുഹൃത്തായി. അങ്ങനെയൊക്കെ ഉണ്ട് പേര്. ഇപ്പൊ പേര് തരണ്ട്. അച്ഛൻ്റെ പേരിന്റെ ആദ്യം പകുതിയും നമ്മുടെ പേരിന്റെ പകുതിയും. അത് നമുക്ക് എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പേര് കൃഷ്ണൻ, നമ്മുടെ പേര് പിന്നെ മിനി, എനിക്ക് മീനാക്ഷി. കുട്ടരുടെ പേരോ കൃമി. പെണ്ണാച്ച അത് മതി. ആണാച്ച കൃമേഷ്. എന്തായാലും സമ്പ്രദായം കൊണ്ട് അച്ഛൻ്റെ അമ്മടെ ഇല്ല. അപ്പൊ പേരുമ്പിലെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലേ അത്? അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു കൂട്ടം ജാതി എന്തെങ്കിലുമൊക്കെ. ഈ കോളേജിലെ കുട്ടികൾക്ക് ഉണ്ട് ഇങ്ങനത്തെ രസിക്കാതെ. ഇപ്പം ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ പെൺകുട്ടിയൊക്കെ ഇതാണ്. പെൺകുട്ടികൾ സാറേ എന്താ മക്കളെ? അതെ, ഒരു ആൺകുട്ടരുടെ പേരും ഒരു പെൺകുട്ടരുടെ പേരും വേണം. എന്തിനാ കുട്ടികളെ ഇത്? അതെന്താ വെച്ചാലേ അത് ഇതിന്റെ ഏടത്തി അതിനെ വിവാഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഗർഭം കൊണ്ട് പ്രസവിക്കാറായി 5-8 മാസമൊക്കെ ആയി. നമുക്ക് ആദ്യം പേരൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ആണാച്ച ആൺകുട്ടരുടെ പേര്, പെണ്ണാച്ച പെൺകുട്ടരുടെ പേര്. അതാണ്. അപ്പോൾ ചോദിച്ചു എന്ത് ജാതി പേരാ കുട്ടിയെ വേണ്ടത്? സംസ്കൃതം ആയിക്കോട്ടെ. നമുക്ക് അതിൽ കുറഞ്ഞ വേണ്ടല്ലോ. ശരി, സന്തോഷമായി. എന്ത് ജാതി? അതായത് പേരുമ്പിൽ ഖ്രൂ എന്നുണ്ടായിക്കോട്ടെ, ഭ്രൂ എന്നുണ്ടായിക്കോട്ടെ. അതെന്തിനാ കുട്ടി? അത് ഈ ഭർത്താവ് വെള്ളിയാഴ്ചകളുടെ പേരുമ്പിൽ ഖ്രൂ എന്നുണ്ട്, ഈ ഇടത്തിയുടെ പേരുമ്പിൽ ഭ്രൂ എന്നും ഉണ്ട്. അപ്പം അത് രണ്ടും വേണം. അപ്പം നമ്മൾ പറയും ചെയ്തെന്നൊരു കാര്യം ചെയ്തോളൂ, ഖ്രുഭ്രു അങ്ങോട്ട് ഇട്ടോളൂ. എന്നെന്താ വെച്ചാൽ പേരുമായി നമുക്ക് നേരം പോവില്ല. നമ്മൾ എന്ത് തന്നെ മഹാനാമം കൊണ്ടുപോയി കൊടുത്താലും പറ്റുള്ളൂ വായെ തോന്നിയത് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയിടും. എന്തെങ്കിലും എന്തല്ലാത്ത പേര് നമുക്ക് ധാരാളം അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ആരെങ്കിലും പേര് പറഞ്ഞുതരാൻ പറഞ്ഞാൽ നമ്മളും ഉണ്ടാല്ലേ പറ്റില്ല എന്ന് പറയും. ഇതാ വെറുതെ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്നത്? പല കാര്യമുള്ള പണി ചെന്ന് ശരിയല്ലേ ഇത്? പിന്നെയല്ല എന്തൊക്കെയുണ്ട് ചെയ്യാൻ? വേറെ കിടക്കണോ? നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യണോ?
അങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാ പേരിടുക. ഒരു ജാതി വകതിരിവില്ലായിട്ടേ. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ പേരൊക്കെ ഇനിയിപ്പോൾ ആൾക്കായാലും വസ്തുവിനായാലും സ്ഥാപനത്തിനായാലും എന്തിന് പേരിടുമ്പോൾ എന്ത് വേണം? ഒരു സമ്പ്രദായമൊക്കെ വേണം. നല്ല മട്ടം മാതിരിയൊക്കെ. ഒരിക്കലും ഒരു കുട്ടടെ അമ്പലത്തിൽ വായനയ്ക്ക് പോയപ്പോൾ മിടുക്കൻ ഒരു പയ്യൻ, ഒരു 5-6 വയസ്സൊക്കെ ഉണ്ടാവും, നല്ല മിടുക്കൊക്കെ ഉള്ള കുട്ടിയാണ്, പക്ഷേ ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും, ഉത്സാഹിയാണേ. അപ്പം അതങ്ങനെ കുട്ടികളല്ലേ നമ്മുടെ അടുത്തേക്കൊക്കെ ഒന്ന് വർത്തമാനമൊക്കെ പറയും. സാധാരണ കുട്ടികളൊക്കെ നമ്മളെ കണ്ട പോലെ മൃഗശാലയത്തെ ജന്തുവിനെ കണ്ട മാതിരി ഓടുക പതിവ്. ഇത് മാത്രം മിണ്ടിയും പറഞ്ഞൊക്കെ അടുത്തേക്കൊക്കെ വരും. അത്ഭുതയ്യേ. അപ്പൊ ചോദിച്ചു, കുട്ട എന്താ ഉണ്ണിയുടെ പേര് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിന്റെ പേരെന്താണെന്നറിയൂ? അത് പറഞ്ഞു യോഷിത്ത് എന്നാണെന്ന് പറഞ്ഞു. എന്താ പേര്? യോഷിത്ത്. അപ്പൊ ആരുണ്ണിയെ പേരിട്ടത്? അത് അച്ഛനും ഇട്ടല്ലേ, അച്ഛനും അമ്മയും കൂടി ഇട്ടതാണല്ലോ, സംസ്കൃതമാണല്ലോ. തിരുമേനിക്ക് സംസ്കൃതം അറിയില്ലല്ലേ? തിരുമേനി കുറച്ച് മോശമാണെന്ന് പറഞ്ഞു. സംസ്കൃതമാണ്, അച്ഛനമ്മയും കൂടി ഇട്ടതാണ്. കാര്യമൊക്കെ ശരി തന്നെയാണ്. ഈ പറഞ്ഞ പേരിന്റെ അർത്ഥം എന്താണെന്നറിയൂ? യോഷിത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും കൂട്ടായിരുന്നു ഇടണ്ടോ. യോഷിത്ത് പറഞ്ഞാൽ യ എന്നുള്ള അക്ഷരത്തിൽ യോഷിത്ത് എന്ന വാക്കിന്റെ അർത്ഥം സ്ത്രീ. നമ്മൾ ഈ വനിത, മഹിള, അബല എന്നൊക്കെ പറഞ്ഞ സ്ത്രീകൾക്ക് പര്യായില്ലേ സംസ്കൃതത്തിൽ? അതിലൊരു പര്യായാണ് എന്ത്? യോഷിത്ത്. നമ്മുടെ ഈ ഭാഗവതത്തിലുണ്ട് യോഷിൻ മൂഢാച കിങ്കരി. കേട്ടില്ലേ? അത് യോഷിൻ മൂഢ, യോഷിത്ത്. യോഷിത്ത് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. സ്ത്രീകളുടെ പര്യായാണ്. നല്ലൊരു ആൺകുട്ടി അതിന് കൊണ്ടുപോയിട്ട പേരാണ് എന്ത്? യോഷിത്ത്. നാട്ടിൽ പേരില്ലാത്ത മാതിരി. അപ്പം നമ്മൾ പറയും ചെയ്ത് ഉണ്ണിയെ കാര്യമൊക്കെ ശരി, നല്ല പേര്, സംസ്കൃത അച്ഛനമ്മയും കൂടി ഇട്ട പേരൊക്കെ ആവും. എന്തായാലും ഈ കാര്യം ചെയ്തോളൂ. വലിയ വലിയ ക്ലാസ്സിലേക്ക് പോണതിൻ്റെ മുമ്പ് പേരിൻ്റെ ആദ്യത്തെ അക്ഷരമെങ്കിലൊന്നും മാറ്റിക്കോളൂ. എന്തെങ്കിലും ചെറിയ മാറ്റം. ഈ നാട്ടിൽ വിവരമില്ലാത്തവർ ആണ് മുഴുവനും. ചില ഏതെങ്കിലും നാട്ടിൽ പോകുമ്പോൾ വല്ല വിവരമുള്ളവരുണ്ടെങ്കിലും മനസ്സിലായില്ല അല്ലേ? ഈ മുക്കില്ലാത്ത നാട്ടിൽ ഇതൊക്കെ മതി. മുക്കുള്ള നാട്ടിൽ പോയി അത് പോരായല്ലേ? അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിന് മനസ്സിലായോ നിശ്ചല്ല. ഏതായാലും നമ്മൾ അതിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ അവർ വായ പൊളിക്കുന്നത് പേരൊക്കെ ഇടുമ്പോൾ ഒരു അന്തസ് വേണം. വേറെ ഒരു ദിക്കിൽ പോയപ്പോൾ ഒരു ഉണ്ണി, അതിന് 10-18 വയസ്സൊക്കെ ഉണ്ടാവും, 10-20 വയസ്സിൻ്റെ താഴെയുണ്ട്. അത് ഇങ്ങനെ വന്ന് ഒരു സൗഹൃദവും സ്നേഹമൊക്കെ പറയേ. ഒരു ദിവസം അതിങ്ങനെ വന്നിട്ട് 3-4 ദിവസം ഇങ്ങനെ കണ്ടപ്പം പറഞ്ഞ്, തിരുമേനി ഒരു ദിവസം എൻ്റെ കുടുംബത്തേക്ക് വരുമോ ചോദിച്ചു. എന്താ വെച്ചാൽ ഒരു സൗഹൃദ സ്നേഹത്തിന് വരുമെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു അയ്യോ അത് നേരെ ഉണ്ടാവില്ല കുട്ടിയെ. അപ്പോൾ അല്ല തിരുമേനി പോണ വഴിയിലാണെന്ന് പറഞ്ഞു. ആ വഴി വെച്ചാൽ നമുക്കൊന്ന് അങ്ങോട്ട് കയറി ഇറങ്ങിപ്പോയി അതിന് സന്തോഷമാവുകയും ചെയ്തു. നമുക്ക് അച്ഛാ പ്രത്യേകിച്ചൊരു പ്രയത്നവും ഇല്ലല്ലോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് വൈകുന്നേരം പോകുമ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ കഥ ചോദിച്ചാൽ, ഈ ഉണ്ണി അങ്ങോട്ട് പുതിയ വീടാണേ, പണിതിട്ടപ്പോൾ അധ്യായിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പുതിയ പണിത കെട്ടിയ വീടാണേ. കയറി ചെല്ലുമ്പോൾ അതിനെ നടക്കല വലിയ ഇതിൻ്റെ മുകളിൽ വെളുത്ത ചുമരിൻ്റെ മുകളിൽ കറുത്ത ബോർഡ് വെച്ച് അതിൽ വെളുത്ത അക്ഷരത്തിൽ എഴുതിയിരിക്കണോ വീടിൻ്റെ പേരെന്താ വെച്ചിട്ടോ? പ്രണശ്യതി. വീടിൻ്റെ അത് കണ്ടപ്പോൾ തന്നെ നെഞ്ചത്ത് കൂടി ഒരു സാധനം അങ്ങോട്ട് പോയി. ചില ഉണ്ണി അതാരാ അതിന് പേരിട്ടത്? അത് അച്ഛൻ ഇട്ട പേരാണ്. അച്ഛൻ ഭഗവത്ഗീതയൊക്കെ നല്ലോണം വായിക്കണ ആളാണ്, അതിലുള്ളതാണ് എന്നും പറഞ്ഞു. നന്നായി. കാര്യമൊക്കെ ശരിയാ. ഭഗവത്ഗീതയിലൊക്കെ ഉണ്ട്. പ്രണശ്യതി പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? മുച്ചൂട് നശിക്കട്ടെ എന്ന്. കുറേശ്ശെ പോരാണ്, വേരോടെ. നശ്യതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നശിച്ചു പോകുന്നത്. പ്രണശ്യതി പറഞ്ഞാലോ വേരോടെ നശിക്കുന്നത്. എന്തായാലും ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തുണ്ടാക്കി അങ്ങനെയൊക്കെ തന്നെയാണ് കഥ. പിന്നെ ഇതിന് പേരും കൂടി ജാതിട്ടാലോ? നമ്മൾ നല്ല പേരല്ലേ ഇടേണ്ടത്? ഭഗവത്ഗീതയിലുണ്ട് 2-ാം അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിന്റെ അംശമാണ് അത്. എന്ത്? ധ്യായതോ വിഷയാൻ പുംസംഗസ്തേഷൂപജായതേ സംഗാൽ സഞ്ജായതേ കാമാൽ ക്രോധോഭിജായതേ ക്രോധാദ്ഭവതി സമ്മോഹാൽ സ്മൃതി വിഭ്രമസ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഇതാണ് ആ ശ്ലോകം. അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന ഈ സാധനം. ഭഗവത്ഗീതയെ പറഞ്ഞ ജാതി കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടാവും? മനസ്സിലാവുന്നില്ലേ? അത് വിട്ടിത്തര. പിന്നെ വേറെ ഒരു തരം വടക്ക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ശരി. അപ്പോൾ ഇവിടുത്തേക്ക് വടക്ക് പറഞ്ഞാൽ ഇവിടുന്നൊക്കെ അങ്ങോട്ട് വടക്കാണ്, തൃശ്ശൂർ വടക്കാണ്. ആ വടക്കല്ല, കോഴിക്കോടും കഴിഞ്ഞു വടകര എന്നൊക്കെ കേട്ടില്ല, അവിടുന്ന് വടക്ക കുറച്ച് അങ്ങോട്ട് പോയി. അപ്പം അവിടെ ഒരു ദിക്കിലൊരു വായനയ്ക്ക് പോയി. ഇപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവിടെ ഒരു ഉണ്ണീച്ച ഒരു ചെറുപ്പക്കാരനാണ്. അമ്മ പാവം കഷ്ടപ്പെട്ട് അച്ഛൻ മരിച്ചു പോയി കുട്ടിക്കാലത്ത്. ഈ അമ്മ പാവം പണിക്കൊക്കെ പോയിട്ട് പല ജാതി പണിക്കൊക്കെ പോയിട്ട് കുട്ടിയെ നന്നായി പഠിപ്പിച്ചു. മഹാമുട്ടക്കനായിരുന്നു. ഉണ്ണി അങ്ങോട്ട് പഠിച്ചിട്ടേ 10-22 വയസ്സായപ്പോഴേക്ക് നല്ല ജോലിയും കിട്ടി. അസല മിടുക്കനാണ്, എല്ലാക്കിലും മിടുക്ക. അപ്പോൾ ഒന്നാമതാ ആ അമ്മ പാവം കഷ്ടപ്പെട്ടാൽ എന്താ, ഉണ്ണി നല്ല മിടുക്കനായിട്ട് പഠിച്ചു, ജോലിയും കിട്ടി, നല്ല ശമ്പളവും. അപ്പം മകന് വലിയ കാര്യം, അമ്മയാണ് തൻ്റെ എല്ലാം, അമ്മയില്ല. അങ്ങനെ ഒരു വാസനയുള്ള ഉണ്ണിയാണ്. ഇനി വീടാച്ചാൽ ഒരു ചെറിയ ഒരു ഒറ്റക്കൂട്ട് അങ്ങനെയുള്ളൊരു ചെറിയ എന്താ അതിന് പടക്കി പറയാൻ നിശല്യ. അങ്ങനെ ഒരു ചെറിയ ഒരു മുറിയും ചെറിയൊരു ചായ്പും ചെറിയൊരു പൂമുഖല്ല എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ സൗകര്യമുള്ളൂ. അങ്ങനെയാണ് പാവം കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഉണ്ണിക്ക് ജോലിയൊക്കെ കിട്ടി ഇത്തിരി പ്രാപ്തിയായി ഉണ്ണി നിരീച്ചു. നല്ലൊരു വീട് അങ്ങോട്ട് പണി. ഈ ജാതി അമ്മ എത്ര കാലമാണ് കഷ്ടപ്പെടുക? അങ്ങനെ ഉണ്ടോ? കുറേ കാലം കഷ്ടപ്പെട്ടതല്ലേ, ഇനിയൊക്കെ സന്തോഷിക്കട്ടെ നല്ലോണം. അത് നിരീച്ചു. മകൻ ഗംഭീരമായിട്ടൊരു വീട് അങ്ങോട്ട് പണിതു. അപ്പം വീട് പണിതപ്പോൾ എന്താ അതിന് പേരിടുക? അമ്മയുടെ പേര് തന്നെയല്ലടാ എൻ്റെ പേര്.
അതല്ലേ എൻ്റെ ഗെയിം. അപ്പം നമ്മുടെ പേരെന്താണെന്നറിയോ? മാത. നമ്മുടെ പഠിക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പേരുണ്ടോ? മാത എന്നുണ്ടോ? നമുക്ക് ശല്യം ഉണ്ടോ? പണ്ടത്തെ പേരാണേ മാത നമ്മുടെ പേര്. അപ്പൊ അങ്ങനെ ഒരു ഒറ്റ വടക്കോട്ടൊക്കെ എപ്പോഴും ഉണ്ട് ഈ ജാതി പേര് മാത എന്നാണ്. അപ്പൊ ഈ വീടിന്റെ പേര് ഉണ്ണി എന്ത് ചെയ്തു? ഗൃഹപ്രവേശമൊക്കെ ഉണ്ടാവൂല, അതിന് ഗംഭീരമായിട്ട് ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു ഊണഴിക്കാനൊക്കെ ആൾക്കാർ വരുന്നതിന്റെ തൊട്ടുമ്പായിട്ട് ആ ബോർഡ് അങ്ങോട്ട് വെച്ചു. പേര് എന്താ പേരെന്ന് വെച്ചിട്ടോ? മാതാ വില്ല. പിറ്റേന്ന് രാവിലെ നമ്മുടെ ബോർഡിന്റെ താഴെ വേറൊരു ബോർഡ്, പിതാവുണ്ടോ? നമ്മുടെ നാട്ടുകാരല്ലേ, വെറുതെ വിടുവോ? എന്താ മനസ്സിലായില്ല അല്ലേ? മാതാ വില്ല എന്നെഴുതിയത് വായിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? മാതാവില്ല. അപ്പൊ പിന്നെ പിതാവുണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ മാതാ എന്ന് പറയുന്നത് ഒരു മോശം പേരല്ല, വില്ല എന്ന് പറയുന്നതും ഒരു മോശമായ സമ്പ്രദായമല്ല. പക്ഷെ രണ്ടും കൂടി കൂട്ടിയേ ഇതായി ഇജാതിയായി. അപ്പൊ കണ്ടോ? അപ്പൊ അതിനോട് അത് അപ്പൊ മാതാ നിലയെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്താൽ മതി. അപ്പൊ ഈ ജാതി അശ്ലീലം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പേരിടുമ്പോൾ ഇതൊക്കെ നോക്കണേ. വിളിക്കാനും നന്നാവണം, പിന്നെ കേൾക്കാനും നന്നാവണം. ആ പേര് ഇരിക്കുന്ന ആൾക്കൊരു അഭിമാനം തോന്നും വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിഷമാണ്. അപ്പൊ നമ്മൾ കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ നല്ല പേര്, വല്ല വിഷ്ണു സഹസ്രനാമൊക്കെ നോക്കി, ശിവസഹസ്രമൊക്കെ ആൺകുട്ടികൾക്കൊക്കെ, ലളിതാ സഹസ്രനാമൊക്കെ നോക്കിയാൽ പെൺകുട്ടികൾ ഇല്ലല്ലോ എന്നൊരു വേദനയുള്ളൂ നമുക്ക്. എന്ത് ആകെ അവിടെ ഒന്നൊന്നരയേ ഉള്ളൂ. അത് വെച്ചാൽ കുറേ പേര് നല്ലത് കിടക്കുന്നത്. ഇപ്പം നമുക്ക് ഒന്നോ രണ്ടോ പേരിൽ ഇടാൻ പറ്റുള്ളൂ. അത് വേറെ ബുദ്ധിമുട്ട്. എത്ര നല്ല എന്നിട്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ട് വേറെ വല്ല ഓരോ ആടിൻ്റെയും മുരിയുടെയൊക്കെ പേര് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഈ പേരൊക്കെ ഒരു അഭിമാനത്തിൻ്റെയും ഒരു അന്തസ്സിൻ്റെയും ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ചില പെരുങ്കള്ളന്മാരുടെ പേര് നമ്മുടെ പേരാ നോട്ടിക്കോളൂ. പിന്നെ നമ്മുടെ പേര് ചോദിച്ചാൽ നമ്മൾ മിണ്ടും. എന്താ പേര്? എന്താ പേര്? പേരെടുത്ത പെരുങ്കള്ളന്റെ പേരാരുടെ പേര്? ആ പാവം പെരുങ്കള്ളനാച്ചാൽ ഇദ്ദേഹം പാവം മഹാസാധുവാ, ഇദ്ദേഹം എന്ത് ചെയ്യുന്ന പേരുണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ ചില നാട്ടിൽ? എന്തേ സങ്കടമാണ് അതൊക്കെ. നമ്മൾ കളിയാക്കിയതല്ല. ആ പാവത്തിന്റെ എന്ത് ചെയ്യാൻ പേര് മാറ്റാൻ പറ്റും? മറ്റോ കള്ളനായതുകൊണ്ട്. ഇവനാച്ചാൽ എന്നും പത്രത്തിൽ പേര് വരുന്ന കള്ളനാവി. ശരിയല്ലേ? വേണ്ടക്ക് ഉദാഹരണമൊക്കെ അവനവൻ കൂട്ടിയാൽ മതി. നമ്മളതൊന്നും പറയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പേരൊരു പ്രത്യേക, ഇവിടെ വിളിക്കുന്ന പേരിൽ നിന്ന് ജാതകത്തിലെ പേരും നല്ല പേര്. അതാണ് അങ്ങനെ ഈ ഉണ്ണി കേമനായിട്ടിരിക്കുന്ന കാലത്ത് വിദ്വാൻമാരായ മഹർഷിമാരും ഒന്ന് ജാതകമൊക്കെ ഉണ്ടാക്കി മഹാകേമനാവും, വംശസ്ഥാപകനാവും, വലിയ ബ്രഹ്മണ്യൻ, വലിയ ബ്രാഹ്മണ ഭക്തി ഉള്ളവനാവും, സത്യസന്ധനായിട്ട് തീരും. അങ്ങനെയൊക്കെയുള്ള വലിയ മഹിമകളൊക്കെ ഈ മഹർഷിമാരെല്ലാവരും വന്ന് പറഞ്ഞു, ഒടുക്കം പറയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ യോഗ്യനായിട്ടിരിക്കുമ്പോഴും ഈ ഉണ്ണി അവസാന കാലത്ത് ശ്രീശുക ബ്രഹ്മർഷിയുടെ തിരുമുഖത്തിരുന്ന് ഭാഗവതം കേട്ട് തക്ഷകദംശം കൊണ്ട് ദേഹോപേക്ഷിച്ച് പോകുന്നു പറഞ്ഞു. തക്ഷകദംശം എന്ന് പറഞ്ഞത് അത്ര ഇങ്ങോട്ട് രസമായിട്ട് തോന്നിയില്ല, ഒടുക്കത്തെ കഥയെ. പക്ഷെ എന്താ വെച്ചാൽ ആരും അങ്ങോട്ട് കണക്കാക്കിയില്ല. അത് അങ്ങനെയൊക്കെ കേട്ടു വെച്ചാലും അങ്ങനെയൊക്കെ ഉണ്ടായി. അതങ്ങനെ ഇരിക്കണം. ആ കാലത്ത് അവിടെ വേറൊരു സംഗതി എന്താ ഉണ്ടായെന്നാണെങ്കിൽ, വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോഗതിം ജ്ഞാത്വാകാൽ ഹാസ്തിനപുരം എന്ന് പറയും. അതായത് വിദുരര് തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് ആ തീർത്ഥയാത്രയുടെ സമയത്ത് മൈത്രേയ മഹർഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഉപദേശമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചവിടേക്ക് വന്നു, ഹസ്തിനാപുരം രാജധാനിയിലേക്ക് വന്നു. അപ്പം ഹസ്തിനാപുരത്തേക്ക് വന്ന വിദുരര് നേരെ ചെന്നത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു, ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന സമയത്താണ് ഇദ്ദേഹം ചോദിച്ചു, വിദുരര് ചോദിച്ചു, യുധിഷ്ഠിരനോട് ചോദിച്ചു, അതെ യുധിഷ്ഠിര, നമ്മുടെ ഈ ധൃതരാഷ്ട്ര മഹാരാജാവ് ഇപ്പം എവിടെ താമസിക്കുന്നത് ചോദിച്ചു. അതായത് യുദ്ധത്തിൽ മക്കൾ 100 പേര് മരിച്ചതിന് ശേഷം ധൃതരാഷ്ട്രം ഗാന്ധാരി ഇപ്പൊ പാണ്ഡവന്മാരുടെ കൂടെ താമസം. പാണ്ഡവന്മാരാണെങ്കിൽ ഈ യുധിഷ്ഠിരനും അതുപോലെ അർജുനൻ, നകുലൻ, സഹദേവൻ ഇവരൊക്കെ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തെ വല്യശ എന്നും പറഞ്ഞ് അങ്ങനെ ബഹുമാനിച്ചും സ്നേഹിച്ചും കൊണ്ടാടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാ പതിവ്. നന്നായി അദ്ദേഹത്തിന് ഒരു അല്ലലില്ലാണ്ട് വേണ്ട മാതിരി നോക്കണം. ഭീമസേനന് അത്ര സന്തോഷമല്ല ഇയാളുടെ കാര്യം. ആരുടെ കാര്യം? ധൃതരാഷ്ട്രോടൊരു വലിയ ഒരു സന്തോഷമില്ലായിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഒട്ടും കണ്ടുകൂടാ ഭീമസേനന് കണ്ടുകൂടാ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ആരിയിരിക്കുന്നത്? ധൃതരാഷ്ട്രം ഇവരുടെ കൂടെ കഴിയുന്നത്. 4 പേർക്കും വലിയ കാര്യമാണെങ്കിലും ഭീമൻ മറ്റേ ജാതിയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പോൾ യുധിഷ്ഠിരനോട് ചോദിച്ചു, എവിടെ അദ്ദേഹം താമസിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, ഇവിടെ അടുത്ത് തന്നെയാണെന്നും പറഞ്ഞു. അങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മഹാരാജാവിനെ ചെന്ന് കണ്ടു തൊഴുതു, ഞാൻ വിദുരനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അല്ല ഉണ്ണിയെ, താൻ എവിടെയായിരുന്നു, എത്ര കാലമായി തന്നെ കണ്ടിട്ടെന്നൊക്കെ വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പോയി പല ദിക്കിലും തീർത്ഥയാത്രയൊക്കെയായിരുന്നു എന്നൊക്കെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വിദുരര് ചോദിച്ചു, മഹാരാജാവേ, ഇവിടെ ഇപ്പം എങ്ങനെ സുഖമാണോ ചോദിച്ചു. മഹാരാജാവ് പറഞ്ഞു, ഇവിടെ ഒരു വേവലാതിയിൽ പരമ സുഖ, ചോറുണ്ണ് സീരിയല് കാണുക, ചോറുണ്ണ് സീരിയല് കാണുക, വേറെ ഒരു
അല്ലലും ഇല്ല. ഉണ്ണ ഉറങ്ങുക സന്തോഷിക്കുക അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, അല്ലലൊന്നുമില്ല ഇവിടെ എന്നും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ വിതുരർ ചോദിച്ചു, എൻ്റെ രാജാവേ അങ്ങക്ക് നാണുണ്ടോ ചോദിച്ചു. എന്താ വിതുര അങ്ങനെയാ ചോദിച്ചു. അല്ല, ആ ഭീമസേനൻ കുഴച്ച് ഉരുട്ടി എറിഞ്ഞു തരുന്ന ചോറുണ്ട് ഇവിടെ നായയെ പോലെ നായയുടെ മട്ട കഴിച്ചു കൂട്ടാൻ. ഇവിടേക്ക് നായ എന്നല്ല പറയല്ലേ, പട്ടീന്നാ പറയുക. രണ്ടും പറയുമോ? ഭാഗ്യം. നമ്മുടെ നാട്ടിൽ ഇവിടേക്കൊന്നും അങ്ങനെ നായ പട്ടി, നമ്മുടെ നാട്ടിലേക്ക് നായ എന്ന് പറഞ്ഞാൽ ആൺജാതിയും പട്ടി എന്ന് പറഞ്ഞാൽ പെൺജാതി, അങ്ങനെ രണ്ട് ഭേദം ഉണ്ട് അതിന്. ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ പട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ജാതിയും വിടും ഇല്ലേ? അങ്ങനെയില്ലേ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ആവട്ടെ, നായ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ അല്ലേ? അതാണ്. അപ്പൊ ഈ നായയുടെ മട്ട അതവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ, അഹോ മഹീയസീ ജന്തോഹോ ജീവിതാശായയാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവൽ. അതിന്റെ രാജാവ് അങ്ങേക്ക് നാണുണ്ടോ? എന്ത് കിട്ടിയാലും തിന്ന് ജീവിക്കുക എന്നല്ലാതെ കേട്ട ഈ ഭീമസേനൻ കുഴച്ച് ഉരുട്ടി എറിഞ്ഞു തരുന്ന ചോറിന്റെ ഉരുളുണ്ട് നായയെ പോലെ ഇവിടെ കഴിയാൻ നാണുണ്ടോ അങ്ങേക്ക് ചോദിച്ചു. അത് ഭീമസേനൻ കുഴച്ച് ഉരുട്ടി എറിയാ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഭീമസേനൻ അദ്ദേഹത്തെ കണ്ടുകൂടാ. തഞ്ചം കിട്ടുമ്പോഴും തരം കിട്ടുമ്പോഴൊക്കെ ആരെയും നിന്ദിക്കും? ധൃതരാഷ്ട്രം എടുത്ത് വന്ന് നിന്ദിക്കും. അത് അതിൻ്റെ എന്താ വെച്ചാൽ ഈ ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ ശേഷം തീരെ കണ്ടുകൂടാ. മുമ്പ് പണ്ടേ കണ്ടുകൂടാ, കെട്ടിപ്പിടുത്തം കഴിഞ്ഞതിന് ശേഷം തീരെയും കണ്ടുകൂടാ. അതെന്താ? യുദ്ധം കഴിഞ്ഞൊടുക്കം ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ ഒന്ന് കൊണ്ടുവന്ന് നമസ്കരിപ്പിക്കാൻ കൊണ്ടുവന്നതാ. ധൃതരാഷ്ട്രയുടെ അടുത്തേക്കും ഗാന്ധാരിയുടെ അടുത്തേക്കും നമസ്കരിക്കാനേ. അങ്ങനെ ധൃതരാഷ്ട്രയും ഗാന്ധാരിയും അടുത്തെത്തിയിട്ട് പാണ്ഡവന്മാരെ യുധിഷ്ഠിരൻ നമസ്കരിച്ചു, പിന്നാക്കം നിന്നു. പിന്നെ ഭീമനാണല്ലോ നമസ്കരിക്കേണ്ടത്. ഭീമൻ നമസ്കരിക്കാനായിട്ട് മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ ഭീമനെ ഇങ്ങോട്ട് പിന്നാക്കം മാറ്റി നിർത്തിയിട്ട് ആ മറ്റേ വണ്ടിയിൽ ഉന്തി കൊണ്ടുവന്ന സാധനം ചെയ്യും. ഇത് നമ്മളെ റെയിലിന്റെ കഷ്ണം കൊണ്ട് ഉരുക്കി വാർത്ത ഉരുക്കന്റെ ഭീമപ്രതിമയില്ലേ, ഭീമന്റെ ആകൃതിയിൽ പണിത പ്രതിമ, ആ പ്രതിമ ചക്രം വെച്ച് കൊണ്ടുവന്ന് ഉന്തി 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 മുമ്പിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഭീമ മുമ്പിലുണ്ട്. ഭീമസേനെ പുറത്തേക്ക് മാറ്റി നിർത്തി. ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഇതങ്ങോട്ട് മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. മുമ്പിൽ നിൽക്കണോ ഭീമസേനൻ എന്നും പറഞ്ഞു. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ധൃതരാഷ്ട്രര് ഉണ്ണിയെന്നും വിളിച്ചൊരു കെട്ടിപ്പിടുത്തം. ആരെ? ഭീമന്റെ പ്രതിമേമ്പില്. ഒന്നും പറയണ്ട. നമ്മൾ ഈ പപ്പടം കാച്ചി വെച്ച കൊട്ടയിലേക്ക് കുട്ടികൾ ഊര കുത്തി വീണ് എങ്ങനെയുണ്ടാവും? ഉച്ചയ്ക്ക് കൊട്ടയിൽ ഇങ്ങനെ പപ്പടങ്ങൾ നിറയെ കാച്ചി വെച്ചിട്ട് അതിലേക്ക് കുട്ടി ഊര കുത്തി പടക്കം പറഞ്ഞിട്ട് വീണു. പിന്നെ ആ പപ്പടത്തിൻ്റെ ഒക്കെ പ്രകൃതി എങ്ങനെയുണ്ട്? പൊടിയായിട്ട് പറക്കില്ലേ എന്ന് പറഞ്ഞ മാതിരി ആ പ്രതിമ പൊട്ടിയായിപ്പോയി. ഭീമസേന ഇങ്ങനെ നോക്കി നിൽക്കുക. എന്ത്? തൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് നടക്കണത്. ഭീമസേനൻ ചിന്തിച്ചു, നോക്കണേ കണ്ണ് പൊട്ടന്റെ കയ്യിലിരിപ്പേ, താനാണ് മുമ്പിക്ക് നിന്ന് വെച്ചപ്പോ പിണ്ടിപ്പായസം ഉണ്ടാക്കില്ലേ? ആലോചിച്ചു നോക്കൂ, എന്തല്ലേ ദുഷ്ടന്റെ കയ്യിലിരിപ്പ്. കണ്ണ് കാണില്ല എന്ന് മാത്രമല്ല കയ്യിലിരിപ്പ് മോശമാണ്. അതിൻ്റെ ശേഷം ശത്രുത ഒന്നും കൂടി. അതാണ് ഭീമസേനൻ ചോറ് കൊണ്ടുപോയി കുഴച്ചുരുട്ടി നിന്ദിച്ചിട്ടാണ് കൊടുക്കുക. അതാ ചോദിച്ചത്, നാണുണ്ടോ രാജാവ്? അപ്പൊ അത് കേട്ടപ്പോൾ രാജാവ് ചിന്തിച്ചു, ശരി തന്നെയാണ്, കഷ്ടം, എന്താ ചെയ്യുക ചോദിച്ചു. പുറപ്പെട്ടോളൂ എൻ്റെ കൂടെ എന്ന് പറയും. എന്നാൽ രാത്രി രാജാവ് ധൃതരാഷ്ട്രൻ ഗാന്ധാരി വിതുരരുടെ കൂടെ കാട്ടിലേക്ക് തപസ്സിന് പോകും. ആരോടും പറഞ്ഞില്ലേ? പോകുമ്പോൾ പറഞ്ഞില്ല. എന്താ പറയാണ്ടിരിക്കാൻ കാരണം? അതിപ്പോ ഈ കൊട്ടിപ്പാടി പറഞ്ഞു പോകുന്നു വേണ്ട. നമ്മളൊരു കാര്യത്തിന് അങ്ങനെ തീരുമാനിച്ചത് എന്തിനെങ്ങനെ കൊട്ടിപ്പാടുന്നത്? പല കാര്യമുണ്ടോ? ചെയ്യാൻ തീരുമാനിച്ച് അങ്ങോട്ട് പോകുക എന്നല്ലാതെ. അങ്ങനെയല്ലേ ഇത്? അതങ്ങനെയാണ് ചിലരൊക്കെ ഉണ്ട്. പണ്ട് അമ്മയ്ക്കൊരു മോഹം കാശിയിൽ പോയി സന്യസിക്കണം എന്ന്. അവന് വലിയ കേമായിട്ട് മോഹിച്ച് മൂത്ത മകള് സാവിത്രിയോട് പറഞ്ഞു, സാവിത്രിയെ ഞാൻ അങ്ങനെ കാശിക്ക് പോവുകയാണ്, സന്യസിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. സാവിത്രിക്കാണെങ്കിൽ മീനമാസത്തിൽ മഴ പെയ്ത മാതിരി സന്തോഷം കൊണ്ട് വയ്യ, ഒന്നങ്ങോട്ട് പോകും. പക്ഷെ പുറത്തേക്ക് പറഞ്ഞില്ല. അമ്മ പോയാൽ ഞങ്ങൾക്ക് ആരാണ്ടാവുക ചോദിച്ചു. രണ്ടാമത്തെ നാരായണനോട് ചോദിച്ചു, നാരായണ അമ്മ ഇങ്ങനെ കാശിക്ക് പോവുകയാണ്, സന്യസിക്കാൻ പോവുകയാണ്. നാരായണൻ ഓണം അടിച്ച മാതിരി സന്തോഷം കൊണ്ടേ. അങ്ങനെ 5, 4, 9 എണ്ണം ഉണ്ട്. എല്ലാവരോടും പറഞ്ഞു. 9ാമത്തോളം ഉണ്ടല്ലോ ശാന്തകുമാരി നമ്മളെ പാലക്കാട്ടേക്ക് കൊടുത്തത്, അവളോടും പറഞ്ഞു. അവളും പറഞ്ഞു എന്ത്? അമ്മ പോയ ഞങ്ങൾക്ക് എന്താ കാര്യം? സന്തോഷമാണ് ഉള്ളിൽ, എന്നാലും പുറത്തേക്ക് കാണിച്ചില്ലേ. 9 ആള് ഒരേ സ്വരത്തില് അമ്മ പോയ ഞങ്ങൾക്ക് ആരാണ്ടാവുക എന്നിങ്ങനെ ചോദിച്ചത്. ഇതിങ്ങനെ കേട്ടപ്പോ അമ്മ പറഞ്ഞു, ശരിയാ ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല, ഇപ്പോഴും ഉണ്ട് കുത്തിച്ചാരിയിരിക്കണം. എന്ത് കാര്യമുണ്ട്? അന്ന് അങ്ങോട്ട് പോയി നിലയും വലിയും ഉണ്ടാവും. ഇപ്പൊ എന്താ പെട്ടായത്? പറഞ്ഞതിന്റെ സാരം എന്താണെന്നറിയൂ? നമ്മൾ പറയാറില്ലേ, ഈ കൊട്ടിപ്പാടി നടക്കണ ഒരു പ്രവർത്തിക്കൂല്ല, പ്രവർത്തിക്കണ ഒരു ഇതിങ്ങനെ കൊട്ടിപ്പാടി നടക്കൂല. നമ്മുടെ നാട്ടിലെ ചൊല്ലില്ലേ, ഇവിടേക്ക് ഉണ്ടോന്ന് ശരിയൊക്കെ, ഈ കുരക്കണ നായ അവിടെ ഉണ്ടല്ലേ, നന്നായി കടിക്കില്ല, കടിക്കണത് അതില്ല. അതുകൂടി ചേർക്കാം. ഈ കുരക്കണ നായ കടിക്കൂല, കടിക്കണ നായ കുരയ്ക്കൂല. അതെന്താ? രണ്ടിനും കൂടി ഒരു യന്ത്രമല്ലേ ഉള്ളൂ, കടിക്കാനും കുരയ്ക്കാനും കൂടി. ഒന്നിനെ നിന്നാ പിന്നെ മറ്റേ ശരിയല്ലേ? അതായത് അതൊരു ആശയമാണ്. അതിൽ ആ പഴഞ്ചൊല്ലിലൊരു ആശയം ഉണ്ട്. എന്താ അർത്ഥം എന്നറിയൂ? ഈ പറഞ്ഞ് നടക്കണവൻ പ്രവർത്തിക്കൂല്ല, പ്രവർത്തിക്കണവൻ
പറഞ്ഞു നടക്കൂല. മഹാഭാരതത്തിലൊരു പദ്യമുണ്ട്, വിദ്വാൻമാരുടെ പ്രവൃത്തി അവർ ചെയ്തതിൻ്റെ ശേഷം ലോകരറിയും, വിഡ്ഢികളുടെ പ്രവൃത്തി കൊട്ടിപ്പാടി നാട്ടുകാർ കേൾക്കും, ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ പ്രവൃത്തി നടക്കില്ല. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ചിലരുണ്ടല്ലോ, വലിയ വലിയ കാര്യങ്ങളെ പറയില്ല, ഒരു സംഗതിയും നടക്കൂല. ചിലരൊന്നും മിണ്ടില്ല, കാര്യങ്ങൾ ഇങ്ങനെ നടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ്. അങ്ങനെ അദ്ദേഹം പോവുകയും ചെയ്തു. അന്ന് പിറ്റേന്നാൾ ഈ യുധിഷ്ഠിരൻ വന്ന വല്യശ്ശനെയും വല്യമ്മയും തൊഴുത് നമസ്കരിച്ചൊക്കെ ഒന്ന് പുറപ്പെട്ട ഇവിടെ വന്നപ്പോഴാണ് നോക്കുമ്പോൾ വല്യശ്ശനെയും വല്യമ്മയും കാണാനില്ല. സങ്കടം കൊണ്ട് ഇദ്ദേഹം നിലവിളിച്ചു, എവിടേക്കേ പോയി എന്ന്. നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു കൊടുത്തു, പേടിക്കണ്ട, അദ്ദേഹം കാട്ടിലേക്ക് തപസ്സിന് പോയിരിക്കുകയാണ്, അധികകാലം ഉണ്ടാവില്ല, എന്നേക്ക് പ്രധാനം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം ദേഹം ഉപേക്ഷിച്ച് പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വിധം അദ്ദേഹം അങ്ങോട്ട് സമാധാനിച്ചു എന്നാ പറയുക. എന്തായാലും ഉള്ളിലൊരു വിഷമമുണ്ട്. എന്താ കാരണം? കണ്ണ് കാണാത്തവര് അച്ഛൻ ഇല്ലാച്ചാലും വല്യച്ഛനും വല്യമ്മയും ഉണ്ടല്ലോ കൂടെ എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അതും ഇല്ലേണ്ടി ഓരോന്ന് നന്മകൾ ഇങ്ങനെ പോവുകയാണേ. അത് ചിന്തിച്ച് യുധിഷ്ഠിരൻ എങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അക്കാലത്ത് നാട്ടിലിറങ്ങി നടക്കുമ്പോൾ നാട്ടിലൊക്കെ ഒരു കൂട്ടം ദുശ്ശകുനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമ്മൾ സാധാരണ മട്ടിൽ കാണാൻ ഇഷ്ടപ്പെടാത്തതും കാണാൻ പാടില്ലാത്തതുമായിട്ടുള്ള പല ദുരിതങ്ങളും ഇങ്ങനെ കാണുക. അപ്പോൾ രാജാവിന് ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു അന്തല്ല, ഇത് എന്തിൻ്റെ ഇത് ദുശകുനങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചില സൂചനകളാണ്, വരാൻ പോണ ദുരിതത്തിൻ്റെ ചില ഇപ്പം മഴ കലശലായിട്ട് പെയ്യാൻ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ഇരുണ്ട് മൂടി മഴക്കാറ് വന്ന് മൂടിയിട്ട് ഒരു ലക്ഷണമൊക്കെ കാണാം. ആ ലക്ഷണം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? മുണ്ടൊക്കെ മടക്കി അകത്തേക്ക് കൊണ്ടുപോയി വെക്കും. എന്താണെന്ന് വെച്ചാൽ മഴയുടെ പുറപ്പാടാണെന്ന് വിചാരിച്ചിട്ട്. ശരിയല്ലേ? ഇത് സന്ധ്യാസമയത്തൊക്കെ ചിലപ്പോൾ തുലാമാസമൊക്കെ നിലമൊക്കെ ചുമന്ന മട്ടായി അന്തരീക്ഷം പിടിച്ചൊക്കെ ചുമന്ന മട്ടാവും. അപ്പം നമ്മളൊരു ഇടി വെട്ട് കഴിയുന്നു. അതിൻ്റെ ലക്ഷണമാണ്. അപ്പം ഇതൊക്കെ നമുക്ക് നിശ്ചയമുള്ളതുകൊണ്ടും പരിചയമുള്ളതുകൊണ്ടും ഇന്നതിൻ്റെ ലക്ഷണമാണെന്ന് അറിയാം. ഇതുപോലെ എല്ലാത്തിനും ചില മുൻസൂചനകൾ ലോകത്തുണ്ടാവും. നമുക്ക് ചിലതൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവണവർ അതിനെന്ത് പറയും? നിമിത്തങ്ങളെന്ന് പറയും. എന്താ പറയുക? നിമിത്തങ്ങളാന്ന് പറയും. അപ്പം ഇവിടെ ഈ ദുർനിമിത്തങ്ങൾ നാട്ടിലിങ്ങനെ കണ്ടപ്പോൾ രാജാവ് വിഷമിച്ചിരിക്കുമ്പോൾ എന്താണ്ടായി വെച്ചാൽ അർജുനനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ദ്വാരകയിലേക്ക് പോയി തിരിച്ചു വന്നിട്ടുമില്ല. അർജുനൻ എന്താവോ വരാത്തതെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം കണ്ടു അർജുനൻ വേഷം കൊണ്ടൊന്നും മനസ്സിലാവാത്ത രീതിയിലത്തെ ഒരു രൂപം മാറിയ മട്ടിൽ കുടുമിയും നേരെ കെട്ടിയിട്ടില്ല, മുണ്ടും നേരെ ഉടുത്തിട്ടില്ല, കയ്യിലാണെങ്കിൽ ആയുധങ്ങളില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ അവശനെ പോലെ വരികയാണ്. അർജുനനെ ഇന്നിങ്ങനെ ഒരിക്കലാരും കണ്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചു, എന്താ ഉണ്ണിയെ ചോദിച്ചു. എന്ത് ചോദിച്ചിട്ടും മിണ്ടല്ലേ. ഒടുക്ക നിർബന്ധിച്ച് ഇങ്ങനെ ചോദിച്ച സമയത്താണ് അർജുനൻ പറഞ്ഞു, എന്തേണ്ടായെന്നറിയോ? ദ്വാരകയെന്നല്ലേ പറഞ്ഞത്. അമ്മാവൻ്റെ സുഖമായിട്ടിരിക്കില്ലേ, അമ്മായിമാര് സുഖമായിട്ടിരിക്കില്ലേ, ശ്രീകൃഷ്ണ ഭഗവാൻ, ബലഭദ്രര്, ഉദ്ധവര്, അതുപോലെ ഉഗ്രസേനര്, അതുപോലെ സാമ്പൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധാദികൾ, ഇവരൊക്കെ സുഖമായിട്ടിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. ഒന്നും മിണ്ടറില്ല. ഒടുക്കം നമ്മുടെ അർജുനൻ ഒരു പൊട്ടിത്തെറി പോലെ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? വഞ്ചിതോഹം. എന്താണ്? വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. അതുണ്ടായത്. ഭഗവാൻ നമ്മളെ പിരിഞ്ഞു പോയി. എവിടേക്ക്? വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ മടങ്ങിപ്പോയി എന്നുള്ള സങ്കടവർത്തമാനാണ് പറഞ്ഞത്. അത് വലിയ വിഷമായി. യുധിഷ്ഠിര മഹാരാജാവ് ചിന്തിച്ചു, ഭഗവാൻ പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾക്കും പോവാൻ കാലായി എന്നല്ലേ രാജാവ് ചിന്തിച്ചു. രാജാവ് എന്താണെന്നാണെങ്കിൽ അനിയന്മാരെ 4 പേരെയും പാഞ്ചാലിയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഈ പരീക്ഷിത്ത് പറഞ്ഞിട്ടുള്ള ഉണ്ണി ഉണ്ടല്ലോ, ആ ഉണ്ണി രാജാവായിട്ട് വാഴിച്ച് ഉപദേശമൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് പാണ്ഡവന്മാർ 5 പേരും പാഞ്ചാലി ദേവിയോട് കൂടിയിട്ട് ഹിമാലയത്തിലേക്ക് പോയി, വടക്കോട്ട് പോയി എന്നാ പറയുക. വടക്കോട്ട് പോണതിന് മഹാപ്രസ്ഥാനം എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരായിട്ട് വീണ് എല്ലാവരും അവിടെ നിന്ന് വീരസ്വർഗത്തിലേക്ക് പ്രാപിച്ചു എന്ന് പറയും. ഇപ്പം ഭൂമി ഭരിക്കുന്നത് നമ്മുടെ പരീക്ഷിത്ത് മഹാരാജാവാണ്. ഈ പരീക്ഷിത്ത് രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ ഈ രാജാക്കന്മാരൊക്കെ രാജ്യഭാരം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ നാട്ടിലെ ഒരു ജൈത്രയാത്ര എന്ന് പതിവുണ്ട്. ജൈത്രയാത്ര എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക, ഈ സാമന്തന്മാരെന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ കീഴിലിരിക്കുന്ന രാജാക്കന്മാര്. ഈ സാമന്തന്മാരായ രാജാക്കന്മാര് രാജാവിൻ്റെ സ്ഥാനം മാറി പുതിയ രാജാവ് സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവരുടെ തലയൊന്ന് പൊക്കി പുറപ്പെടുക, അധികാരം പുറത്തേക്ക് എടുക്കാൻ പുറപ്പെടും. അപ്പോൾ അവരൊക്കെ തൻ്റെ കാൽക്കീഴിലാക്കാനായിട്ട് ജൈത്രയാത്ര എന്ന് പറയും. ജൈത്രയാത്രയ്ക്ക് പട്ടാളം പടയും യുദ്ധവും സന്നാഹമൊക്കെ വേണ്ടി വരാറുണ്ട്. പരീക്ഷത്തിന് പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ പരീക്ഷത്ത് സർവത്ര ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ചും കൊണ്ട് പോവുകയാണേ. പല ദിക്കിലും സഞ്ചരിച്ച് ഇങ്ങനെ പോകുമ്പം തൻ്റെ പൂർവികന്മാരായ പാണ്ഡവന്മാരെ കുറിച്ചും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചും ഇങ്ങനെ ആളുകൾ, കാരണവന്മാര്, പ്രായമുള്ളവർ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ കേട്ടിട്ടേ സന്തോഷത്തോടെ ഇങ്ങനെ പോവുക. പോയി കുറച്ചങ്ങോട്ട് ചെന്നൊരു ദിക്കിലെത്തിയപ്പോൾ ഒരു കാര്യം കണ്ട കാഴ്ച എന്താണെന്നറിയോ? അതായത് ഒരു പശുവും ഒരു കാളയും ഇങ്ങനെ നിൽക്കണു. എവിടെ? ആ പോണ വഴിക്ക്. തത്ര ഗോമിഥുനം രാജ ഹന്യമാനമനാഥവൽ
ദണ്ഡഹസ്തം ച വൃഷളം ദദൃശേ നൃപലാഞ്ഛനം. ഈ കാളയുടെ രൂപത്തിൽ കാളയും പശു രണ്ടും കൂടി ഇങ്ങനെ വന്ന്, പശു ആണെങ്കിൽ ഇങ്ങനെ നിന്ന് കരയണുണ്ട്, കാളയാണെങ്കിൽ ഒരു കാലുള്ള കാളയും, ഒറ്റ കാലേ ഉള്ളൂ കാളയ്ക്ക്. കാള പശു എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അതിങ്ങനെ പറഞ്ഞ് നേരം കളയണ്ട. കാളയും പശു ആരാന്ന് പറയും? പശു എന്ന് പറഞ്ഞ ഭൂമിദേവിയാണ്. ഈ കാള എന്ന് പറയുന്നത് ധർമ്മദേവനാണ്. ധർമ്മദേവനെയാണ് ഇവിടെ കാള എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ധർമ്മദേവന് ഒരു കാലേ ഉള്ളൂ. ഒരു കാലേ ഉള്ളൂ വെച്ചാൽ അർത്ഥം എന്താ? ധർമ്മദേവൻ വെച്ചാൽ ധർമ്മം. ധർമ്മത്തിന് ഒരു കാലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം കൃതയുഗത്തിൽ 4 കാലം ഉണ്ടായിരുന്നു. ത്രേതായുഗ ആകുമ്പോഴേക്ക് ഒന്നും കൂടി പോകും, 2 കാലേ ഉള്ളൂ. മൂന്നാമത്തെ ദ്വാപരയുഗ ആകുമ്പോഴേക്ക് ഒന്നും കൂടി പോവും, പിന്നെ 2 കാലേ ഉള്ളൂ. പിന്നെ കലിയുഗ ആകുമ്പോഴേക്ക് ഒന്നും കൂടി പോവും, ഒറ്റ കാലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എന്ത് ഈ കാളയുടെ ഒരു സമ്പ്രദായം. കാളാച്ച ധർമ്മം, അതായത് ധർമ്മത്തിന് കലികാലം ആകുമ്പോഴേക്ക് എന്ത് പോവും? നിലനിൽപ്പ് ഇല്ലേണ്ടാവും എന്നാ പറഞ്ഞത്. അങ്ങനെ ഈ കാളയുടെ ധർമ്മത്തിൻ്റെയും ധർമ്മമൂർത്തിയായിരിക്കണ ധർമ്മദേവന്റെയും ഭൂമിദേവിയുടെയും കൂടി വർത്തമാനം, അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടേക്കൊരു രാജാവിൻ്റെ വേഷം കെട്ടിയിട്ട് ഒരു ശൂദ്രൻ ഇങ്ങോട്ട് വന്നിട്ട് ആ പശുവിനെയും കാളയും ഇങ്ങനെ നിരന്തരം അടിക്കാനും ഇടിക്കാനും ഒക്കെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. കാളയും പശുവൊക്കെ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ മൂത്രവും ചാണകമൊക്കെ വീഴ്ത്തി ഇങ്ങനെ കരയുമ്പോൾ രാജാവ് അങ്ങോട്ട് ചെന്നിട്ട് തൻ്റെ വാളും ഇങ്ങോട്ട് ഊരിയിട്ട് ഇവനോട് പറഞ്ഞു, ഏയ് എൻ്റെ രാജ്യത്ത് വന്ന് ഈ ജാതി ദുഷ്ടത കാണിക്കാൻ നീ ആര്? തന്നെ ഞാൻ വെട്ടിക്കൊല്ലും എന്നും പറഞ്ഞ് രാജാവ് കൊല്ലാൻ പുറപ്പെട്ടു. രാജാവ് കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് ഈ വന്നവൻ രാജാവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, രാജാവ് എന്നെ കൊല്ലരുത്. എന്താ താൻ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കലിയാണ്, അതുകൊണ്ട് എന്നെ കൊല്ലരുത്, ഞാൻ അങ്ങയോട് അഭയം ചോദിക്കുകയാണ്. പണ്ട് അങ്ങനെയുണ്ട്, അഭയം ചോദിച്ചാൽ പിന്നെ കൊല്ലാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും തന്നെ ചോദിച്ചപ്പോൾ കലി പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്തോളൂ, എനിക്ക് ഏതെങ്കിലും ഒരു 3ഓ 4ഓ സ്ഥലം തന്നാൽ ഞാൻ ആ സ്ഥാനത്ത് പോയി ഇരുന്നോളാം, പിന്നെ ഞാൻ വേറെ എവിടേക്കും വരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ സ്ഥാനം ഒഴിവാക്കി പോയാൽ മതി എന്ന് പറഞ്ഞു. എന്താണ് ഒരു സ്ഥലം അങ്ങോട്ട് ഈ കലിക്ക് കൊടുത്ത കലി അവിടെ താമസിച്ചോളൂ, പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാണ്ടിരുന്നാൽ മതി, കലി ഇങ്ങോട്ട് എന്തായാലും വരില്ല എന്നും പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാ സ്ഥാനം വേണ്ടോ ചോദിച്ചു. രാജാവ് 4 സ്ഥാനങ്ങൾ കൊടുത്തു. ഏതൊക്കെയാ 4 സ്ഥാനം എന്നറിയോ? ഈ കലി ചോദിച്ചതിന് മറുപടി ആയിട്ട് കൊടുത്തത് 4 സ്ഥാനങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കണം. പറയും, ദ്യൂതം പാനം സ്ത്രീയസൂനാഹ യത്രാധർമ്മശ്ചതുർവിധ. ഇതാണ് 4 സ്ഥാനങ്ങൾ. ദ്യൂതം പാനം സ്ത്രീയ സൂനാഹ. ദ്യൂതം എന്ന് പറഞ്ഞാൽ ഈ ചൂതെന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാവില്ല. ഈ പണം കൊണ്ട് കളിക്കുന്ന കളികളില്ലേ, അതിനാണ് ഈ ചൂതെന്നൊക്കെ പറയുക. പല ജാതി പണ്ടൊക്കെ നമ്മൾ നല്ല ചീട്ടുകളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പണം കൊണ്ട് ചീട്ട് കളിക്കുന്ന പോലീസ് പിടിച്ചതൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ? അതാണ് പണ്ട്. ഇപ്പം ചീട്ട് എന്നൊന്നും വേണ്ട, പല ജാതി കളി ഉണ്ടല്ലോ. പണ്ടില്ലേ കുട്ടികളൊക്കെ രാത്രി മറ്റേ ജാതി കളി കളിച്ചു, അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് 8 ലക്ഷം ഉറുപ്പ്യ അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? അതെന്ത് കളിയത്? പണം കൊണ്ട് കളിക്കുന്ന കളി തന്നെ. അതുകൊണ്ട് കുടുംബം നേരെയായി, എന്നിട്ട് കുട്ടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ മറ്റേത് ചെയ്തു, അത് ചെയ്തു. എന്തിന്? രാത്രിയൊക്കെ നേരാമണ്ണം കിടന്നുറങ്ങിച്ചപ്പോൾ അതുണ്ടാവുമോ? മനസ്സിലാവേണ്ടി അല്ലേ? അതാണ് നേരത്തിന് ഉണ്ണണം, നേരത്തിന് ഉറങ്ങണം, എനിക്ക് തോന്നിയാസങ്ങളൊക്കെ ഉണ്ടാവും. ജാതി കളിക്കാനൊക്കെ പോയിട്ടല്ലേ പണം പോണത്. അർത്ഥം മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ടേ കുട്ടികളെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരു നേരവും കഥയൊക്കെ രൂപാക്കിക്കുക നല്ലത്. കുറച്ച് കഴിഞ്ഞതൊന്നും രൂപാക്കാൻ നമുക്കാർക്കും പറ്റില്ല. നമ്മളെ പറ്റുള്ള കൊണ്ട് രൂപ ആവും ചെയ്യും. ചെറുപ്പത്തിലെ നമ്മൾ തഞ്ചത്തിൽ നല്ല മട്ടുമാതിരിയായിട്ടൊക്കെ സാധിക്കണ മാതിരിയൊക്കെ ചെയ്യണം. നേരിയാവില്ല എന്നൊന്നും നോക്കണ്ട. നമ്മളെ കൊണ്ടാവണ മാതിരിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നേരെയാവാനുള്ള വഴി കാണിച്ചു കൊടുക്കണം. നേരെയൊക്കെ പറക്കാൻ പറ്റുമോ? ആരെ നേരെയാക്കാനാണ്? അതൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ ഉത്സാഹിക്കണം. അതാണ്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ ഇത്തരം കളികളെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ദ്യൂതം. അതൊന്നും ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോണത്. വിചാരി ചീട്ട് കളിച്ചിട്ട് വേണ്ടാത്ത ഓരോന്നിനും പുറപ്പെട്ടിട്ട്. അതാണ് ദ്യൂതം. പിന്നെ അത് ചൂതിൽ കലി ഉണ്ടെന്നാ പറയും. ചൂതുകളി പോലെയുള്ളതിലൊക്കെ കലി ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്ത സ്ഥാനം ഏതാന്ന് പറയൂ? പാനം. ഈ പാനം എന്ന് പറഞ്ഞ ഇതൊക്കെ ഇപ്പം എന്ത് പറയാനാ? പാനം ഇപ്പം അതാ പറയേണ്ടത്. പാനം എന്ന് വെച്ചാൽ എന്താ? പാനം വട്ടത്തിലിരുന്ന് കള്ളു കുടിക്കന്നെ, അല്ലാണ്ട് എന്ത് വട്ടമൊന്നും വേണമെന്നില്ല, ഒറ്റയ്ക്കും കുഴവാൻ വേണ്ടില്ലേ? അതാണ് മദ്യപാനം എന്നല്ലേ പറയുന്നത്. എന്താ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഈ ലഹരി വസ്തുക്കളൊക്കെ അതിൽ പെടും. മദ്യം കുടിക്കണത് മാത്രമല്ല. ഇപ്പം എന്തൊക്കെ നമ്മുടെ നാട്ടിൽ കുപ്പിയും കോടാലിയൊന്നും വേണ്ട. അപ്പം അല്ലാണ്ട് തന്നെ എന്തിനും മൂക്കിൽ തിരുമ്പണത്, തിരുപ്പി കയറ്റണത്, ചുണ്ടിൻ്റെ മടക്കിൽ വെക്കണത്, പിന്നെ ഇങ്ങനെ നക്കി തിന്നണത്, എന്തൊക്കെ ജാതിയുള്ളത്. പല ജാതി പൊടിയായിട്ട് വെള്ളമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. കേൾക്കുമ്പോൾ ഒക്കെ പേടിയാവും. അതിൽ ഓരോ ദിക്കിൽ കേട്ടിട്ടില്ലേ വർത്തമാനങ്ങൾ? ഇങ്ങനെ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ? അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. ഇതൊക്കെ തന്നെയാണ്, നശിച്ചു പോവുകയാണ്. അതാണ് പാനം, മദ്യപാനം, അല്ലെങ്കിൽ ഈ ലഹരിയുടെ അതൊക്കെ കലിയുടെ സ്ഥാനം. ഇന്ന് നമ്മൾ ഇന്നലെയും കൂടി ഉണ്ടായി പത്രത്തിൽ വായിച്ചു. എന്ത് ലഹരി കഴിച്ച് നടക്കണ മകൻ അമ്മയെ വെട്ടിക്കൊന്നു.
വായിച്ചുവാ. എന്താ ഇത്? ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്? ഇതൊക്കെ ഇപ്പം എന്തിനാ ഈ പറയുന്നത്? ആലോചിച്ച് നോക്കൂ, ശരിയല്ലേ ഇത്? ചെറിയ പയ്യനാണ് ഇനി ആ വയ്യാതെ ആ അമ്മേച്ചൻ എന്തോ ദണ്ണം വന്നിട്ട് വയ്യാണ്ട കിടക്കുക, ചികിത്സയായിട്ട് എണീക്കാനും നടക്കാൻ. അതിനെയാണ് എന്ത് ചെയ്തത്? കേൾക്കുമ്പോൾ വായിച്ചപ്പോൾ തന്നെ വയ്യാണ്ടേ, വെറുതെ എന്തിന് വായിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്താ ചെയ്യുക, വായിച്ചിട്ടാ തോന്നുന്നത്. കേട്ട നമ്മളെ കേൾക്കുമ്പോൾ നമ്മുടെ മലയാള നാട്ടിലാണേ, ഇവിടെ ഈ മലയാള നാട്ടിലുണ്ടായതാണ്. നമ്മുടെ മലയാള നാട് കേമാണ്, മഹാകേമാണ് പറഞ്ഞ് വിരല് മടക്കി നടക്കണില്ലേ? വായിച്ചോളൂ വീട്ടിൽ. ശരിയല്ലേ? അതാണ് മഹാകേമാത്രേ. അതുകൊണ്ട് ഇങ്ങനെ പിടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഈ വെട്ടലും കുത്തലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മൾ ഈ നാവുകൊണ്ട് വെളുപ്പിക്കൽ കുറേശ്ശൊന്നുമല്ല. അത് കാര്യമല്ലേ? കാര്യമൊന്നും അങ്ങനെയല്ല, ലോകമൊക്കെ ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അതിനൊക്കെ കാരണം ഇതാണ്. ഈ പാനം എന്ന് വെച്ചാൽ അതൊക്കെ പെട്ട് ഇതിലിട്ടോ. ഈ ജാതി സമ്പ്രദായങ്ങളൊക്കെ കുട്ടികളൊക്കെ കോളേജിലേക്കൊക്കെ പോണ കുട്ടികളാണായാലും പെണ്ണായാലും അമ്മമാരൊക്കെ നല്ലോണം സൂക്ഷിച്ചോളൂ കേട്ടോ. അങ്ങനെ ഒരു പരിഹാസം പറയുക, നിന്ദ പറയുകയോ ചെയ്യില്ല. നമുക്ക് നമ്മുടെ കുട്ടികളെന്നും പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വാത്സല്യം കൊണ്ട് അതൊന്നും അറിയൂല്ല പലപ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ടേ. അത് കുട്ടികളത് വേണച്ചിട്ടൊന്നും ആവില്ല. കൂട്ടം കൂടുമ്പോൾ കുറേശ്ശെ സ്വാദിന് ഈ സ്വാദിനൊക്കെ ആവും തുടങ്ങുക. പിന്നെ ഈ സ്വാദില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പം അതുകൊണ്ട് അമ്മയായാലും അച്ഛനായാലും അമ്മാവനായാലും ഏട്ടനായാലും അങ്ങനെയൊക്കെയുള്ള സ്ഥാനത്തിരിക്കണവരില്ലേ, ആ മുത്തശ്ശനായാലും കുട്ടികളോടൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാക്കി വെച്ച് എപ്പോഴൊന്നും മിണ്ടിയും പറഞ്ഞും അവരോടൊക്കെ അവരുടെ വിഷമം വേദനയും നന്മയും തിന്മയൊക്കെ കണ്ടറിഞ്ഞും ചോദിച്ചറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ബന്ധം ഉണ്ടായാൽ എന്തുണ്ടാവും? കുറേയൊക്കെ നമുക്ക് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ വെട്ടും മുറിയും ഈ കടിക്കാൻ പുറപ്പെടലും ചാടലും കുരയ്ക്കലും മാന്തലും ഒന്നും ആയാലൊന്നും അങ്ങനെയൊന്നും ഒന്നിനെയും നമുക്ക് തരാവില്ല. നല്ല മട്ടം മാതിരിയായിട്ട് മനസ്സിരുത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണ വിധത്തിൽ പെരുമാറുക. അങ്ങനെ കുട്ടികൾക്ക് ചിലപ്പം വഴി പക്ഷേ തെറ്റണോ വെച്ചാൽ കുറേശ്ശെ നമ്മൾ നല്ലത് വഴിക്ക് സ്നേഹത്തോടെ തിരിച്ചു കൊണ്ടുവരിക. അല്ലാണ്ട് നിവൃത്തിയൊന്നും ഇല്ല കേട്ടോ. ഇതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മളിതൊക്കെ പറയുന്നത് വെറുതെ പറയാൻ ഇരിക്കരുത്. ഈ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യണതേ. കോളേജുകളിലൊക്കെ പറയാനുള്ള കുട്ടികളല്ലേ. അതുകൊണ്ടാണ് പല ദിക്കിലും ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പല മാഷന്മാരും ഓരോ ദിക്കിലെ കോളേജിലൊക്കെ നടക്കണതൊക്കെ പറയുമ്പോൾ സങ്കടം തോന്നുകയാണ്. നമ്മുടെ ഒന്നും കോളേജിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പല ദിക്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികളെയൊക്കെ നമ്മൾ നന്നായിട്ട് നല്ല മട്ടിൽ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ വെച്ചാൽ അതാണ് ഈ പാനം എന്ന് പറഞ്ഞത്. പിന്നെ സ്ത്രീയ, ഈ സ്ത്രീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയൂ? സ്ത്രീയ എന്ന് പറഞ്ഞ സ്ത്രീകളല്ല പറഞ്ഞത്. ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് വ്യഭിചാരത്തിനെ ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞത് പുരുഷൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് ചിലപ്പോൾ സംശയം തോന്നും. പോരായൊന്നും ഇല്ല. അപ്പം ഇതിവിടെ ആരോടാ പറയുന്നത്? ഇപ്പം ഇത് ആരായിരുന്നുള്ള വർത്തമാനങ്ങളപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരോട് ചോദിക്കണോ, ആരോട് പറയണോ? ശൗനകാദി മഹർഷിമാരെ സൂതനോട് ചോദിക്കണു, സൂതൻ മറുപടി പറയണു. ഇവർ രണ്ടുപേരും പുരുഷന്മാരാണേ. സൂതൻ പുരുഷനല്ലേ, ശൗനകൻ. അപ്പൊ പുരുഷന്മാരോട് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയുക. ഇനി സ്ത്രീകളൊക്കെ ഉണ്ടെച്ചാൽ തിരിച്ചു പറയണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തോന്നരുത് പറയണതിന്റെ വ്യത്യാസം. അപ്പൊ സ്ത്രീ വ്യഭിചാരാണേ. ഈ വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ എന്താ വ്യസ്തരിക്കാനുള്ളത്? ഈ വ്യഭിചാരത്തിന് പുറപ്പെടുന്നവന് അമ്മയുണ്ടോ, അച്ഛനുണ്ടോ, ജ്യേഷ്ഠനുണ്ടോ, ജ്യേഷ്ഠതയുണ്ടോ? അതല്ല ഇനി ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, ഭർത്താവുണ്ടോ? ഇതിനൊന്നും ഒരു വല്ലതും ഉണ്ടോ? ശരിയല്ലേ? ഇത് ഒന്നുമില്ല. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താ ഭാര്യയെയും 4 വയസ്സുള്ള കുഞ്ഞിനെയും വെട്ടിക്കൊന്ന് യുവാവ് കാമുകിയുടെ കൂടെ കാണാനില്ല. അവൻ്റെ കൂടെ പോയ ആ കാമുകിയൊക്കെ എന്ത് ചെയ്യണം? എത്ര വിവരാവളക്കൊക്കെ ഉള്ളത്. 5 വയസ്സായ ഒരു കിടാവ് ഒരു കുട്ടി ഉണ്ടാകുന്ന വെച്ചാണോ പെണ്ണായിക്കോട്ടെ എന്താ വെച്ചാൽ 5-6 കൊല്ലം ഉണ്ടാവില്ലേ കല്യാണം കഴിച്ചിട്ട് ഇവളുടെ കൂടെ ഇയാൾ താമസിക്കണം. ഒരു കുട്ടി ഉണ്ടായി അതിന്. അപ്പം എത്ര നല്ലോണം കഴിച്ചു കൂട്ടിയവരാകും അവര്. ഇത്രയും കാലം കൂടെ നടന്ന അദ്ദേഹത്തിൻ്റെ അങ്ങടും ഇങ്ങടും നല്ല സന്തോഷമായിട്ട് സേവിച്ചു സ്നേഹിച്ചു കഴിച്ചു കൂട്ടിയ ആ പെൺകുട്ടിയെ വെട്ടിക്കൊല്ലാനും അതിലുണ്ടായ കുട്ടിയെ കൊല്ലാനും ഈ ദുഷ്ടന് സാധിച്ചു. ഇന്നലെ അങ്ങാടിയിൽ നിന്ന് കണ്ട ഓട്ടോറിക്ഷയിൽ പോയോളെ ബാക്കി അങ്ങോട്ട് പറഞ്ഞോളൂ. ഇതൊക്കെ ഇപ്പം നമ്മൾ തന്നെ പറയണത് എത്ര നിർബന്ധം? ശരിയല്ലേ? അതാലോചിക്കാൻ മാത്രം ഉള്ള വിവരമില്ലെങ്കിൽ എന്താ ചെയ്യല്? അങ്ങനെയാണ് നമ്മുടെ നാട്. ഇതൊക്കെ വായിക്കാറില്ലേ നമ്മൾ? എന്തല്ലേ, അതാണ് വ്യഭിചാരം. ഇതിനൊക്കെ അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ ഒന്നും പത്രത്തിലൊക്കെ വായിച്ചില്ലേ? പോയി വായിച്ചോളൂ വൈകുന്നേരം. ഓരോന്നിൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടതൊന്നുമല്ല. കഥകളൊക്കെ പല ജാതി അന്തര്യായി ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം അതിലൊന്നും ചെന്ന് ചാടി പോവാതിരിക്കാനും നല്ല വഴിയിലേക്ക് പോവാനും ഒക്കെയാണ് ഇതൊക്കെ നമ്മൾ പഠിക്കണതും അറിയണതും മനസ്സിലാക്കണതും. അല്ലാതെ ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കണ്ടോ? അങ്ങനെയൊക്കെ ഇപ്പം ഇവിടെ പറയുന്ന കാര്യമൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചാൽ കേസാവും. വ്യഭിചാരം നമ്മുടെ നാട്ടിൽ കുറ്റകരമല്ല ആണോ? നിയമപരമായിട്ട് മനസ്സിലാവില്ലേ? പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞ ഒരുത്തൻ വേറെ ഏതെങ്കിലും ഒരുത്തിയുടെ കൂടെ മോശമായിട്ട് പ്രവർത്തിച്ചാൽ കേസായി.
വിവാഹം കഴിഞ്ഞ് ഒരുത്തി ഇതുപോലെ വേറെ ഏതാ വേണ്ടാത്ത പ്രവൃത്തിക്ക് പോയാൽ കേസായി. ഇന്നിപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായി എന്താ ഉണ്ടാവുന്നത്? നാട്ടുകാർ തല്ലി വല്ലതും കിട്ടിയാതായി എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവും. ശരിയല്ലേ? ഇത് എന്നാൽ തല്ലിയവർക്ക് കേസും വരും. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വ്യഭിചാരം നമ്മൾ പറയുന്നുണ്ടായാൽ ഇവർ രണ്ടാളും കോടതിയിൽ എത്തിയ ചോദിക്കും എത്ര വയസ്സായി ചോദിക്കും. 18 കഴിഞ്ഞു ഇല്ലേ? ഊല്ലേ നന്നായി, എന്നാൽ നിങ്ങൾ ഇഷ്ടം പോലെ പോയിക്കോളൂ, വണ്ടിക്കൂലി ഞങ്ങൾ തരാമെന്നും പറയും. ശരിയോ തെറ്റോ? അതാണ് നിയമം. പക്ഷെ അത് നമ്മുടെ സമ്പ്രദായത്തിന് ധർമ്മമാണോ? ആണോ? ഇപ്പം ഈ വിധി പറഞ്ഞ ജഡ്ജിക്ക് പോലും സമ്മതം ഉണ്ടാവില്ല അയാളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നത്. ആണോ? ആണോ അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് നിയമം കൊണ്ടൊന്നും നമ്മുടെ നാട്ടിൽ സംസ്കാരവും സമ്പ്രദായവും ഒന്നും ഉണ്ടാവില്ല. സ്കൂളിൽ ഈ ജാതി പഠിപ്പിക്കില്ല, കോളേജിൽ പഠിപ്പിക്കില്ല, ഒന്നും പഠിപ്പിക്കില്ല. ഇതൊക്കെ പഠിപ്പിക്കാനും കേൾക്കാനും ഒക്കെ ഒരു സൗകര്യം ഉള്ളത് ഇങ്ങനത്തെയൊക്കെ സ്ഥലത്താണ്. ഇതൊക്കെ പാർക്കാ കേൾക്കേണ്ടത് ആകെ 4-5 ആളുണ്ട് അവിടെ. ശരിയല്ലേ? ഇത് ആലോചിച്ചു. ഇത്രയേ ഉള്ളൂ കഥ. അപ്പം അതുകൊണ്ടൊന്നും നാടെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചതൊക്കെ തന്നെയാണ് കാരണം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ദ്യൂതം പാനം സ്ത്രീയ 3 കഴിഞ്ഞു. 4-മത്തേത് സൂനാഹ. സൂനം എന്ന് പറഞ്ഞാൽ ഹിംസയാണ്. ഹിംസ ജന്തു ഹിംസയിൽ എന്ത് ഹിംസയിൽ എന്തിന് ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലൽ മാത്രമല്ല, ഉപദ്രവിക്കലും വേദനിപ്പിക്കലും ഒക്കെ. ശരീരത്തിനൊന്ന് വേദനിപ്പിച്ചാൽ ഹിംസയാണ്. ജീവനെടുക്കൊന്നും വേണ്ട. ഹിംസ പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം നമ്മൾ ഒരു വടി എടുത്തിട്ടൊരു ഒരാളെ തല്ലി, പശുവിനെ തല്ലി, അദ്ദേഹത്തിന് ദേഹത്ത് വേദനയായി, ഹിംസ തന്നെയാണ്. ഇനിയിപ്പോൾ പശുവിൻ്റെ അടുത്ത് പോയിട്ട് തല്ലിയില്ല, വടി എടുത്തിട്ട് ഇങ്ങനെ ഇടുക, അല്ലാണ്ടേ ഹിംസയാണ്. അതിനൊക്കെ പ്രത്യേകം നരകം നമ്മുടെ ഭാഗവതത്തിൽ പറയും. എന്ത് വടി ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ വീശി അടിച്ചിട്ടില്ല, അപ്പോഴും ഈ ജന്തു പേടിക്കൂലോ, നമ്മൾ അടിക്കൂലോ, ആ ഒരു പേടിയില്ലേ, അത് ഹിംസയാണ്. ഇനിയിപ്പോൾ ഒരു ദുഷ്ടവർത്തമാനം കൊണ്ട് പറഞ്ഞു, ഹൃദയം വേദനിക്കുന്നത്, അതും ഹിംസയാണ്. അപ്പോൾ ഹിംസിക്കാൻ സൗകര്യം പലതും ഉണ്ട് കേട്ടോ. വെട്ടത്തിയോട്ട് കഴുത്തന്നെ വെട്ടണമെന്നൊന്നും ഇല്ല, അതും ഹിംസയാണ്. അപ്പോൾ ഈ ഹിംസകൾക്കൊക്കെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഭക്തിയോടെ ഈ പറഞ്ഞ ഹിംസ ചെയ്യാൻ പറ്റുമോ? ആരും ഉണ്ടായത് പറ്റുമോ? സ്നേഹത്തോടെ ഇങ്ങോട്ട് വരും, സ്നേഹത്തോടെ ഇന്ന് കൊല്ലാന് സാധിക്കുമോ? സ്നേഹത്തോടെ നമുക്ക് കൊല്ലാനും പറ്റില്ല, ഉപദ്രവിക്കാനും പറ്റില്ല, വാത്സല്യത്തോടെ പറ്റില്ല, ഭക്തിയോടെ പറ്റില്ല. ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് പറ്റും ചെയ്യും? ഇതൊക്കെ പറ്റും ചെയ്യും. അപ്പോൾ ഹിംസ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഇതാ അവിടെ കലിയുണ്ട്. ഇങ്ങനെ 4 സ്ഥാനങ്ങൾ കലിയുടെ സ്ഥാനങ്ങളായിട്ട് കൽപ്പിച്ചു. അപ്പം കലി പറഞ്ഞു എനിക്ക് ഒരു സ്ഥാനം കൂടി വേണമെന്ന് പറഞ്ഞു. 4 പോരാന്ന് പറഞ്ഞു. അങ്ങനെ വാശി പിടിച്ചേ. അപ്പം കലി ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ പുനശ്ച യാജമാനായ എന്താ പുനശ്ച യാജമാനായ ജാതരൂപം അത് അൽ പ്രഭു. 5-മത് എന്ത് കൊടുത്തു? ജാതരൂപം. ജാതരൂപം ചെന്തർത്ഥം സ്വർണം. സ്വർണത്തിനും കലിയുണ്ട് എന്നാ പറഞ്ഞത്. അത് ഇനിയിപ്പോൾ ഇത് കേട്ട വലിയമാരൊന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പം ഇത് സ്വർണം എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് പരിഭ്രമാവും, കമ്മലും മാലയൊക്കെ ഉണ്ടാവില്ലേ. അതിപ്പോൾ പറഞ്ഞ് കേട്ടപ്പോഴല്ലേ തോന്നിയത്, ഒരു തോന്നിയില്ലല്ലോ, പേടിക്കണ്ട. അതല്ല ഇതന്നെ ഇങ്ങനെ തോന്നിച്ച് നടക്കുന്നവരെ വെച്ചാൽ പേടിച്ചോളൂ. ഇതിലേക്ക് അഭിമാനമുള്ളവർ പേടിക്കണം, അതില്ലാത്തവർ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ കലിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് ദുരിതവും ദുഷ്ടതയും കഷ്ടതയും ലോകത്തിൽ ഉണ്ടാവാനുള്ള മൂല കാരണം. ശരിയോ തെറ്റോ? നമ്മുടെ നാട്ടിൽ പഴയൊരു ചൊല്ലുണ്ട്, കനകം മൂലം, കാമിനി മൂലം, എന്താ പുഷ്പാഞ്ജലിയാണ്, നെയ്വിളക്കോ കണ്ടാ പുഷ്പാഞ്ജലി ഷീട്ട് പോലെ ഉണ്ടല്ലേ. കനകം മൂലം ഒരു പുഷ്പാഞ്ജലി, കാമിനി മൂലം ഒരു ഭാഗ്യസൂക്തം. അതല്ലത് ശ്ലോകാണേ. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലക്കിൽ സുലഭം കേട്ടില്ലേ. അപ്പൊ എപ്പോഴത്തെ കലഹം ഉണ്ടോ നമ്മുടെ നാട്ടില്, അവിടെ എന്തുണ്ടാവും? കനകം കാമിനി. കാമിനിച്ചൻ എന്നപ്പോ പറഞ്ഞ വ്യഭിചാരം. കനകം എന്ന് പറഞ്ഞാലോ ഈ പറഞ്ഞതായ സ്വർണം. അതുകൊണ്ട് ഈ 4 1 5 അമൂനി പഞ്ചസ്ഥാനാനി യഥർമ്മ പ്രഭവ കലി. നോക്കൂ, ഈ പറഞ്ഞ 5 സ്ഥാനങ്ങൾ കലിയുടെ സ്ഥാനങ്ങളായിട്ട് ആര് കൽപ്പിച്ചു വെച്ചു? ഔത്തരേയേണ ദത്താനി. ഉത്തരയുടെ മകൻ കൊടുത്തതാണ്. ആരാ ഉത്തരയുടെ മകൻ? പരീക്ഷിത്ത്. അതാണ് ഔത്തരേയേണ ദത്താനി നിവസത്തൻ നിദേശകർ. ആ പറഞ്ഞ 5 സ്ഥാനത്ത് കലി താമസാക്കി എന്നാ പറയുക. ഈ 5 അല്ലാത്ത ഒരു 6-മത്തെ സ്ഥാനത്ത് ആര് താമസമില്ല? കലി താമസമില്ല. അപ്പൊ നമ്മളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറില്ല, എനിക്കങ്ങോട്ട് കയറി എന്ത് അരണയോ ഒന്നൊന്നുമല്ല, പിന്നെ എന്താ കയറിയത്? കലി കയറി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ കലി ഇറങ്ങി എന്നാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ കേട്ടിട്ടില്ലേ ചോദിച്ചത്. ഇവിടെ വല്ലവരും കേട്ടോ? ശല്യ കേൾക്കില്ല. കലി കയറി എന്ന് പറയാറില്ലേ? ഈ കലി കയറി എന്ന് പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ തൻ്റെ നല്ല സ്ഥിതി പോയി, മനുഷ്യൻ്റെ സ്ഥിതി പോയി, ഒരു ജാതി
കാട്ടാളത്തം വന്നു എന്നർത്ഥം. അപ്പൊ നമ്മളൊക്കെ എപ്പോഴാണ് ഈ കലി കയറുന്നത്? ഈ പറഞ്ഞ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ കൂടെ തൊട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്ത് വരില്ല. എപ്പോഴെങ്കിലും നമുക്ക് കലി കയറുണ്ടെങ്കിൽ ഒന്ന് വിശദമായിട്ട് ചിന്തിച്ചോളൂ. ഏതിനെ അപ്പൊ തൊട്ടത്? ദ്യൂതാണോ, പാനാണോ, സ്ത്രീയാ, സൂനാഹ, അതല്ല ഇനിയിപ്പം ഈ സ്വർണ്ണാണ്, എന്തെങ്കിലും ഒന്നുണ്ടാവും കലി, എന്തെങ്കിലും. അതുകൊണ്ട് ഈ പറഞ്ഞതായ 5നെയും എന്ത് ചെയ്യരുത്? അറിവുള്ളവര് അധൈതാനിന സേവേത ബുഭൂഷോ പുരുഷ ക്വചിൽ വിശേഷതോ ധർമ്മശീലോ രാജ ലോകപതിർ ഗുരു. അതുകൊണ്ട് ഈ പറഞ്ഞ 5 സ്ഥാനങ്ങളായിട്ട് കൂട്ടി തൊടാണ്ട് നടന്നോളൂ, വിശേഷിച്ച് രാജാക്കന്മാര്. അപകടമാണേ. അങ്ങനെയുണ്ട്. അങ്ങനെ കലിനിഗ്രഹണം ചെയ്തു എന്നാ പറയുക. എന്താ പേര്? കലിനിഗ്രഹണം. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥം മനസ്സിലാക്കിയത്? കൊല്ലുക എന്നല്ലേ? അതല്ല അർത്ഥം. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിടിക്കുക. അങ്ങനെ ഇങ്ങോട്ട് കരം ഗ്രഹിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൈക്ക് പിടിച്ചു എന്നാ. നിഗ്രഹിക്കുക പറഞ്ഞാൽ നിശേഷേണ, സമ്പൂർണമായിട്ട് പിടിക്കുക. അതായത് കലി എന്ന് പറഞ്ഞ ദുഷ്ടതാ സമ്പ്രദായത്തെ സമ്പൂർണമായി പിടിച്ച് ഒതുക്കി ഒരു ഭാഗത്ത് മാറ്റി ഒതുക്കി നിർത്തി എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. കലി നിൽക്കുന്നു എന്നല്ല, കലിയെ കൊന്നിട്ടില്ല. കലി എന്ത് ചെയ്തു? ഒതുക്കി അമർത്തി അവിടെ ആ 5 സ്ഥാനത്ത് നല്ല. ഇപ്പം നമ്മൾ കള്ളന്മാരും വേണ്ടാത്തവരെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ കോടതിയിൽ എത്തിച്ചിട്ട് നിയമത്തിനനുസരിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടില്ലേ? നമ്മളാരെങ്കിലും പോയി ജയിലിൽ താമസിക്കുമോ? എന്താ കാരണം? അവിടെ ദുഷ്ടന്മാരെ പിടിച്ചു പറിക്കാര് അങ്ങനെയൊക്കെയുള്ളവരെ കൊണ്ടുപോയിരുന്ന സ്ഥലമായതുകൊണ്ട് അതുപോലെ കലിക്ക് ചില സ്ഥാനങ്ങൾ കൊടുത്തു. അവിടെ നിന്ന് പുറത്തേക്ക് വരരുതെന്നും പറഞ്ഞതാണ്. അങ്ങനെ രാജാവ് കലിനിഗ്രഹണമൊക്കെ കഴിച്ചു കൂട്ടി കഴിഞ്ഞു. കുറഞ്ഞ കാലത്ത് ഒരു ദിവസം എന്തായി വെച്ചാൽ മഹാകാലം രാജ്യം ഭരിച്ചു, ഗംഭീരമായിട്ട് ഭരിച്ചു. അദ്ദേഹം ഇങ്ങനെ ഭരിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ എന്തായി എന്നാണെങ്കിൽ മന്ത്രിമാര്, ഭൃത്യന്മാര്, പട്ടാളക്കാരെല്ലാവരും കൂടിയിട്ട് കാട്ടിലൊരു നായാട്ടിന് പോയി. നായാട്ടിന് പോയി കാട് മുഴുവൻ സഞ്ചരിച്ചു, എല്ലാ ദിക്കിലും നടന്നു. അങ്ങനെ രാജാവ് കൂട്ടം തെറ്റി. കാടല്ലേ, കൂട്ടം തെറ്റിയ വല്ല കഥയുണ്ടോ? മന്ത്രിമാരും ഇല്ല, ആരും ഇല്ല കൂടെ. പോയി ഏതോ ഉൾപ്രദേശത്ത് എത്തി. പുറത്തേക്കാണ് നിരീക്ഷിച്ച് രാജാവ് പോകുന്നത് കുള്ളിക്കുക. എല്ലാവരും ആയിട്ട് തെറ്റിപ്പിരിഞ്ഞപ്പോട്ടെ എത്തിപ്പെട്ടു. എങ്ങനെ കാട്ടിലൊക്കെ വഴി തെറ്റിയ വല്ല കഥയുണ്ടോ? നല്ല നാട്ടിൽ അങ്ങാടിയിൽ വഴി തെറ്റിയിട്ട് ബബ്ബ എന്ന് പറയുന്ന കൂട്ടർ കാട്ടിൽ അങ്ങാടി ആരോടെങ്കിലും ചോദിക്കാൻ മനുഷ്യന്മാരുണ്ടാവും. എവിടെ? നാട്ടിലെ ചില ദിക്കിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടാൽ വഴി ചോദിക്കാൻ പോലും ഒരാളെ കാണാത്ത സ്ഥലമൊക്കെ ഉണ്ട്. ശരിയല്ലേ? ചിലപ്പോൾ നമ്മൾ ഇനി എങ്ങടാ പോകേണ്ടത് നിശ്ചയില്ലാണ്ട് എത്ര നേരം നിന്നാലും ഒരാളെ വഴി ചോദിക്കാൻ പോലും. അപ്പൊ കാടെങ്ങനെ ഉണ്ടാവും? കാട്ടിലാണെങ്കിൽ ദിക്ക് പോലും മനസ്സിലാവില്ലേ. എന്താ ദിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞത്? വെയില് നിലത്തേക്ക് വീഴില്ല, അജാതി കാടുണ്ടാവും. തെക്കേതാ വടക്കേതാന്ന് മനസ്സിലാക്കി, കിഴക്കോ പടിഞ്ഞാറോ മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കിയുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നും മനസ്സിലാവില്ല. വല്ലാത്ത കഷ്ടം തന്നെ. രാജാവ് കാട്ടിൽ പെട്ടു. വിശപ്പും ദാഹവും തളർച്ചയും ക്ഷീണവും ഒക്കെ വന്ന രാജാവ് കഷ്ടത്തിലായി. കാട് മുഴുവൻ നടന്നു. ഒടുക്ക അദ്ദേഹത്തിന് മനസ്സിലായി ഇനി വഴി കണ്ടുപിടിക്കലൊക്കെ പാടഞ്ഞ. എന്ത് ചെയ്യാം? പല മഹർഷിമാരുടെയൊക്കെ ആശ്രമം വെച്ചാൽ അവിടെ ചെന്നിരുന്ന് അവരുടെ അടുത്ത് ചെന്ന് ഒത്തിരി വെള്ളമൊക്കെ, വിശപ്പും ദാഹവും കലശലാണ്. രാജാക്കന്മാർക്കൊന്നും നമ്മുടെ മാതിരി അങ്ങനെ വിശപ്പും ദാഹവും ഒന്നും സഹിക്കാൻ പറ്റില്ല. എന്താ കാരണം? അവർക്ക് ആ സമയമാകുമ്പോഴേക്ക് തന്നെ അവർ ഊണഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ ആള് വരും. ഇതിന് രാജാവേ ഇതിലെ അതൊരു 5-ാമത്തെ വയസ്സിൽ വന്നു തുടങ്ങിയത് ആള് ഇതിലെ എന്ന് പറയാം. അത് 100-ാമത്തെ വയസ്സിലും ആര് വരും? രാജാവേ ഇതിലെ എന്നും വരെ. നമുക്കൊക്കെ ഒരൊറ്റ ദിവസം കാണിച്ചു തന്നാൽ ഇതിലെ അങ്ങോട്ട് പോയിക്കോളും. നമ്മളെന്നും അവിടെ ഉണ്ടാവും. എന്താ കാരണം? നമ്മളൊന്നും രാജാക്കന്മാരല്ലല്ലോ, സാധാരണക്കാരല്ലേ. അപ്പൊ രാജാക്കന്മാർക്ക് ഇതിനൊക്കെ എപ്പോഴും ഇങ്ങനെ ഈ കൊണ്ടാടി ശീലിച്ച രാജാവിന് കാട്ടിലൊറ്റപ്പെട്ട സമയത്ത് വിശപ്പും ദാഹവും കലശലാവും ചെയ്ത് അവിടെയാണ് ആരെങ്കിലും മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഒന്നുമില്ല. രാജാവിനെ കൊണ്ടാടാൻ ആരുമില്ല. അപ്പൊ മഹർഷിമാരുടെ വല്ലവരുടെയും ആശ്രമം വല്ലതും ഉണ്ട് വെച്ചാൽ അവിടെ ചെന്നിരുന്ന് ആവശ്യത്തിന് എന്തെങ്കിലും വെള്ളം വാങ്ങി കുടിച്ച് ലേശം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്ത് വഴിയും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പോവാന്ന് വിചാരിച്ചു. രാജാവ് ആശ്രമങ്ങൾ അന്വേഷിച്ച് നടന്നു. കുറേ നടന്നപ്പോഴാണ് എവിടെ എത്തി? ഒരാശ്രമത്തിലെത്തി, ഒരു പർണശാലയിൽ. ഒന്നും പറയണ്ട. ആ ശമീകൻ എന്നു പേരായ മഹർഷിയുടെ ആശ്രമമായിരുന്നു. ശമീക മഹർഷിയുടെ ആശ്രമത്തേക്ക് ചെന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ എന്തേ കണ്ടു വെച്ചാൽ ആ ആശ്രമത്തിന്റെ മുമ്പിൽ പൂമുഖത്ത് ആരിയ്ക്കണോ? ശമീക മഹർഷി ഇങ്ങനെ ഇരിക്കണ്ട, ഗംഭീരൻ ധ്യാനത്തിലിരിക്കുകയാണ്. രാജാവ് അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ നാം പരീക്ഷിത മഹാരാജാവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ചാടി എണീറ്റ് തൊഴുത് രാജാവേ മഹാരാജാവേ വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടാടിയിട്ടാണ് രാജാവിന് ശീലം. ഇത് ഇദ്ദേഹം അറിഞ്ഞില്ല, കേട്ടില്ല. എന്ത് വിളിച്ചതൊന്നും രാജാവ് വിളിച്ചതൊന്നും ആരും കേട്ടില്ല, മഹർഷി കേട്ടില്ല. അദ്ദേഹം നല്ല 1-ാം തരം ധ്യാനത്തിലിരിക്കുകയായിരുന്നേ. ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞ നല്ല ഏകാഗ്രമായ ധ്യാനാണ്. അതുകൊണ്ട് രാജാവിന്റെ ശബ്ദമൊന്നും മഹർഷി കേട്ടില്ല. രാജാവിനാണെങ്കിൽ വിശപ്പും ദാഹമൊക്കെ നല്ലോണം ഉള്ളിലുണ്ട്. നമുക്ക് ഈ വിശപ്പും ദാഹമൊക്കെ ഉള്ളിൽ കലശലായിട്ട് ഇരിക്കുമ്പോഴേ വേഗം എന്ത് വരും?
പറഞ്ഞോളൂ. ആ ഈ ഊണ് കഴിക്കണതിൻ്റെ മുമ്പൊക്കെ നമുക്ക് വേഗം വിശക്കുമ്പോൾ ദേഷ്യം വരും. ഊണ് കഴിഞ്ഞാൽ എന്താ വരിക? അതന്നെ പറയണ്ട. ഊണ് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം വരില്ല, പിന്നെ ഉറക്കാൻ വരിക അല്ലേ? ഊണണതിൻ്റെ മുമ്പ് നമുക്ക് വളരെ ദേഷ്യം വരും, ശരിയല്ലേ? വിശപ്പ് കലശലായിട്ട് പിന്നെയും നമ്മളിങ്ങനെ മുഷിച്ചോരോന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അതാണ് രാജാവിനപ്പോൾ കുറേശ്ശെ മുഷിഞ്ഞിരിക്കുകയാണ് വിശപ്പുകാരനെ. അപ്പോഴാണ് ഈ മഹർഷി മിണ്ടുന്നില്ല. അപ്പം തന്നെ നിന്ദിച്ചു എന്ന് ആർക്ക് തോന്നി? രാജാവിന് തോന്നി. അപ്പം രാജാവിന് എത്രയും മുഷിഞ്ഞു. രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു പാമ്പ് ഇങ്ങനെ ചത്ത് കിടക്കണുണ്ട് വേലിയുടെ അടുത്ത്. അതിനിങ്ങനെ വില്ലിൻ്റെ തണ്ടോണ്ട് കോരി എടുത്ത് കൊണ്ടുവന്ന് മഹർഷിയുടെ കഴുത്തിൽ അങ്ങനെ തൂക്കിയിട്ടിട്ട് രാജാവ് പോവുകയും ചെയ്തു. രാജാവ് പോയി. ഈ വർത്തമാനം രാജാവ് ഇങ്ങനെയൊരു ദുഷ്പ്രവൃത്തി ചെയ്തു എന്നുള്ള വർത്തമാനം ഈ മഹർഷിയുടെ പുത്രൻ ശമീക മഹർഷിയുടെ മകൻ ശൃംഗികുമാരൻ എന്ന് പറഞ്ഞ ഉണ്ണി മറ്റുള്ള കുമാരന്മാർ പറഞ്ഞു കേട്ടറിഞ്ഞു. കളിക്കുന്ന സമയത്തെ രാജാവാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ഈ കുമാരൻ ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ എന്ത് കേട്ടു? ശരി തന്നെയാണ്, എന്തുണ്ട്? ചത്തപാമ്പ് കിടക്കണോ? രാജാവാണ് ചെയ്തത്. അപ്പോഴേക്ക് സങ്കടം ദേഷ്യം എല്ലാം കൂടി ഇങ്ങോട്ട് ഒന്നിച്ച് വന്നപ്പോൾ ഈ കുമാരൻ എന്തേ ചെയ്തു വെച്ചാൽ ഒരു കോല എടുത്തുകൊണ്ട് വന്ന് പാമ്പിനെയൊക്കെ തോണ്ടി എടുത്തുകൊണ്ടുപോയി കളഞ്ഞു. സഹിച്ചില്ല, അച്ഛനെ ഇങ്ങനെ ഉപദ്രവിച്ചില്ലേ ദുഷ്ടൻ രാജാവ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉണ്ണി എന്ത് ചെയ്തു വെച്ചാൽ ആ പുഴയിലേക്ക് ഇറങ്ങി കൈക്കുടനേക്ക് ലേശം വെള്ളം അങ്ങോട്ട് കോരിയിട്ട് നല്ലോണം അങ്ങോട്ട് ജപിച്ചിട്ട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ഇതിലംഘിത മര്യാദം, എന്താ? ഇതിലംഘിതമര്യാദം തക്ഷക സപ്തമേഹനി ദംക്ഷതി സ്മ കുലങ്കാരം ചോദിതോ മേ തദ്രുഹം. അതുണ്ടായത് ഇതിലംഘിത മര്യാദം. മര്യാദ തെറ്റിച്ച ഈ രാജാവ്. എന്ത് തെറ്റിച്ച രാജാവ്? ലംഘിത മര്യാദ. മര്യാദ ലംഘിച്ചു. എന്താ ഈ മര്യാദ എന്ന് പറഞ്ഞാൽ? നമ്മൾ വെളിച്ചായിട്ട് വൈകുന്നേരം ആവണതിൻ്റെ ഇടയ്ക്ക് ഒരു 25 ആവണമെങ്കിലും ദിവസം എന്ത് പറയും? മര്യാദ എന്നുള്ള വാക്ക് പറയില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? നല്ല മര്യാദ. കാരണം ഒരു വല്ലേശം മര്യാദയില്ല. അങ്ങനെ പറയാറില്ലേ നമ്മൾ? എന്ത് മര്യാദ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെശക അതൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. നമുക്കത് നിശ്ചയമുണ്ട് എന്താണെന്ന്. പക്ഷെ സാധനം എന്താ ചോദിച്ചാൽ നിശ്ചയമില്ല. ശരിയല്ലേ? ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ ഭാഷയിലുണ്ട്. എന്താ ചോദിച്ചാൽ നമുക്ക് നിശ്ചയമുണ്ട്, എന്നാൽ പറയാൻ നിശ്ചയമില്ല. അങ്ങനത്തെ ഒരു സംഗതി. ഈ മര്യാദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മര്യാദ എന്ന് പറഞ്ഞാൽ അതിർത്തി എന്നാണ്. എന്താ അതിർത്തി? ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ മര്യാദയാണ്? അല്ലല്ല, ആ അതിർത്തി അല്ല അത്. അതിന് സീമ എന്നാ പറയുക സംസ്കൃതത്തിൽ. ദേശത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള അതിർത്തി ഇല്ലേ, അത് നമ്മൾ എന്ത് പറയും? സീമ എന്ന് പറയും. സീമ വെച്ചാൽ അതിർത്തി എന്നർത്ഥം. ഇതല്ല. ഇത് മര്യാദ എന്ന് പറഞ്ഞാൽ അതിർത്തിയാണ്. പക്ഷെ അത് ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒന്നുമല്ല. എന്താണെന്നറിയോ? ചില ഭാവങ്ങളുടെ അതിർത്തി ഉണ്ട്. ഇപ്പം നമ്മൾ അച്ഛനോട് പെരുമാറുമ്പം ഈ അതിർത്തി കടന്ന് നമ്മൾ പെരുമാറാൻ പാടില്ല. അമ്മോട് നമ്മൾ വർത്തമാനം പറയുമ്പം ഒരു മര്യാദയുണ്ട്, ഒരു അതിർത്തി ഉണ്ട്. ആ അതിർത്തി കടന്ന് നമ്മൾ സംസാരിച്ചാൽ എന്തായി? മര്യാദ കടായി. സുഹൃത്തുക്കളോട് പെരുമാറുമ്പോൾ നമുക്ക് അച്ഛനോടും അമ്മോടും ഉള്ള അതിർത്തിയല്ല, അവരോട് കുറച്ചും കൂടി അതിർത്തി വേറെയാണ്. അത് വേറൊരു മര്യാദയാണ്. ശരിയല്ലേ? എന്നാൽ മുത്തശ്ശിയോട് പെരുമാറുമ്പം വേറൊരു അതിർത്തിയാണ്. അടുത്ത വീട്ടിലെ വല്യമ്മോട് പെരുമാറുമ്പം ഇവിടുത്തെ മുത്തശ്ശിയുടെ മാതിരിയാണ്, അത് വേറെ ഒരു അതിർത്തിയാണ്. അവരൊക്കെ നമ്മൾ പെരുമാറാറുണ്ട്. പക്ഷെ ഓരോന്നിനും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? അതിർത്തി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതാണ് ആ അതിർത്തി. ഇപ്പം അടുത്ത വീട്ടിലെ അമ്മോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഒരു അതിർത്തിയിലാണ് പറയുക. അപ്പം അമ്മ പറയുന്നത് ഉണ്ണിയാണത്, നല്ല സമ്പ്രദായം പറയില്ലേ? എന്താ കാരണം? നമ്മൾ ആ അതിർത്തി പരിപാലിച്ചുകൊണ്ടാണ് വ്യവഹാരം ചെയ്യണത്. ആ അതിർത്തി തെറ്റി നമ്മൾ പെരുമാറുമ്പോൾ എന്ത് ചെയ്യും? അവർ പറയും മര്യാദകേട് കാണിച്ചു എന്ന് പറയും. എന്താണ് മര്യാദ? പറഞ്ഞില്ലേ? ഇതാണ് മര്യാദ. അതിർത്തി വെച്ചാൽ നമ്മൾ ഓരോരുത്തരോടും വ്യവഹരിക്കുമ്പോഴൊരു അതിർത്തി. ഒരു ചെറിയ ഉദാഹരണം പറയാ, നമ്മളിപ്പോൾ ആരോടെങ്കിലും നമ്മൾ വർത്തമാനം പറയുന്ന കുട്ടിക്കോളൂ. ഇപ്പം നേർക്ക് നേരെ ഇങ്ങനെ കണ്ടപ്പോൾ വർത്തമാനം പറയാം. നമ്മൾ വർത്തമാനം അല്ലെ അങ്ങോട്ട് ഇങ്ങനെ വർത്തമാനം പറയാറില്ലേ? വർത്തമാനം പറയുമ്പോൾ എത്ര ദൂരെ നിന്നിട്ടാണ് വർത്തമാനം പറയുക? അളന്നിട്ടില്ല, ഒന്നും അളക്കാൻ. ഇപ്പം അടുത്ത ദിവസം മുതൽ ഇതൊക്കെ നമ്മൾ അളക്കാറുണ്ടോ? നമ്മൾ 2 പേര്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആണുങ്ങളോടോ പെണ്ണുങ്ങളോടോ ആരോടെ ആയിക്കോട്ടെ വർത്തമാനം പറയുമ്പോൾ നമ്മളൊരു അകലത്തിൽ നിന്നിട്ടല്ലേ വർത്തമാനം പറയുക. ആ അകലെത്രയാണ്? അത് എത്രയാണ് നമ്മൾ ഇങ്ങനെ കോലെന്ന് വെച്ച് അളക്കാറൊന്നും ഇല്ലെങ്കിലും നമുക്കറിയാം ഒരു അകലുണ്ട്. നമ്മളൊരാൾ വർത്തമാനം പറയുമ്പോൾ നമ്മൾ പോയി നിൽക്കുക, ഒരു കൃത്യതയിലാണ് നിൽക്കുക. ശരിയല്ലേ? ഇത് ആ അകലം കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു അടിയും കൂടി പിമ്പിക്ക് നിൽക്കും. ശരിയോ തെറ്റോ? അദ്ദേഹം നമ്മളെ കടിക്കുക മാന്തൊന്നും ചെയ്യൊന്നുമില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആ അകലം കണക്കാക്കിയിട്ട് ലേശം പിന്നാക്കം നിൽക്കും. നമ്മളങ്ങനെ നിന്നാൽ അദ്ദേഹം ചിലപ്പോൾ
അങ്ങനെ ഇപ്പം ചെറിയ കുട്ടികളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ പെരുമാറലല്ല പറയണത്. നമ്മൾ യാദൃശികമായിട്ട് ഒരാളെ ഇപ്പം പലരോടും നമ്മൾ നാട്ടിൽ വർത്തമാനം പറയില്ലേ, അമ്പലത്തിൽ വന്നു അപ്പോൾ ഒരാളെ കണ്ട് വർത്തമാനം പറയുമ്പോൾ കൂട്ടിക്കൊള്ളും. അദ്ദേഹം അന്യനും അല്ല, ബന്ധുവല്ല, ഒന്നുമല്ല, നമുക്ക് അറിയണ ആളുമാണ്. അന്യനാണ് അല്ല, നമ്മുടെ കുടുംബത്തെ ബന്ധുവാണോ അതും അല്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരില്ല, അവരോടൊക്കെ നമ്മൾ പെരുമാറുമ്പോഴത്തെ കഥ സുഹൃത്തും അല്ല, എന്നല്ല പരിചയക്കാരെന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെയുള്ളൊരു പെരുമാറുമ്പോൾ ഒരു അതിർത്തി നമ്മൾ കണക്കാക്കാറുണ്ട്. അതൊരു മര്യാദയാണ്, ഒരു അതിർത്തി. അപ്പം അത് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. അപ്പം അങ്ങനെയുണ്ട്. അത് നമ്മൾക്ക് സുരക്ഷിതമായിട്ടൊരു പരിധിയിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുക. ആ പരിധിയുടെ കവിഞ്ഞ് സുരക്ഷിതത്വം പോയി നമ്മൾ പിന്നാക്കം മാറിയിട്ടോ മുന്നാക്കം മാറിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കും. ഇതാണ് കഥ. അപ്പം ആ മര്യാദ രാജാവ് മഹർഷിമാരോട് പെരുമാറുന്നതിനൊരു അതിർത്തി ഉണ്ട്. ആ അതിർത്തി പാര് തെറ്റിച്ചിട്ടുണ്ട്. രാജാക്കന്മാര് മഹർഷിമാരെ കണ്ട ചത്തപ്പാമ്പനെ കൊണ്ടുപോയി കഴുത്തിലിട്ടാ പെരുമാറേണ്ടത്. ഇപ്പം എന്ത് തെറ്റിച്ചു? സാധാരണ മഹർഷിമാരെയൊക്കെ ബഹുമാനത്തോടെ നമസ്കരിച്ച് ഉപദേശമൊക്കെ വാങ്ങി അവരുടെ കയ്യിൽ നിന്ന് സംശയമൊക്കെ തീർത്തിട്ട് രാജാക്കന്മാർ അങ്ങനെയാണ് വേണ്ടത്. ഇതിപ്പോൾ എന്താ ചെയ്തത്? അതാണ് മര്യാദ തെറ്റിച്ചു എന്ന്. ഈ വാക്കിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായാൽ ഈ പറഞ്ഞ പ്രയോഗമൊക്കെ മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ വായിച്ചങ്ങോട്ട് പോകും. അത്ര തന്നെ ശപിച്ചു, അതന്നെ. എന്താ ഒറ്റ ഒഴുക്കാൻ മട്ടിന് എന്ത് പറയും? ശപിച്ചു എന്നും പറയും. ശപിച്ചു വെച്ചാൽ അതിന് കാരണമാണത്. എന്താ കാരണം? രാജാവ് മഹർഷിമാരോട് പെരുമാറുന്നതിന് ഒരു പ്രത്യേക, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പ്രോട്ടോകോൾ എന്ന് പറയും. അതായത് തെറ്റിച്ചു, രാജാവ് തെറ്റിച്ചു. അപ്പം അതുകൊണ്ട് അങ്ങ് ചെയ്യണം? ഇന്നൊക്കെ 7ാമത്തെ ദിവസം തക്ഷകൻ എന്ന പേരായ പാമ്പ് കടിച്ചിട്ട് മരിക്കാൻ അങ്ങക്ക് ഇടയുണ്ടാവട്ടെ എന്ന് ശപിച്ചു. ഇത് രാജാവ് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണി ആ പുഴയിൽ പോയി കയ്യും കാലും ഒക്കെ കഴുകി വന്നു, കരയാണ് സങ്കടം കൊണ്ടേ. അപ്പം മഹർഷി ധ്യാനമൊക്കെ കഴിഞ്ഞ് എണീട്ടൊന്ന് നോക്കിയപ്പോൾ മകൻ കരയണു. വിളിച്ചു ചോദിച്ചു എന്താ ഉണ്ടായതെന്ന്. ഉണ്ണി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ശപിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, ഉണ്ണി ചെയ്യാൻ പാടില്ലായിരുന്നു, നമ്മളൊന്നും അങ്ങനെ ശപിക്കാൻ പാടില്ല. നമ്മൾ എന്തിനെ കാട്ടിലേക്ക് പോകുന്നത്? എല്ലാം ഉപേക്ഷിച്ച് നാടും വീടും സുഖവും സമ്പ്രദായവും ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നത് എന്തിനാണ്? തപസ് ചെയ്യാൻ, ലോക നന്മ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് തപസ് ചെയ്യാൻ അങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ചതി പ്രവൃത്തി ചെയ്താലോ? ശപിക്കാനൊക്കെ വെച്ചാൽ നമ്മൾ അങ്ങാടിയിൽ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ? ഇത് സൗകര്യം. കാട്ടിക്ക് വന്ന് തപസ് ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടോ? ശരിയല്ലേ ഇത്? അപ്പം നമ്മൾ ഈ വെറും സാധാരണക്കാരെ പോലെ പെരുമാറിയാൽ പിന്നെ സാധാരണക്കാരെങ്ങനെ പെരുമാറും? തപസ്സുള്ള നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് ചോദിച്ചാൽ തപസ് ഇല്ലാത്തവരെങ്ങനെ മോശമായിട്ട് പെരുമാറും? അത് ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ മാതൃകയായിട്ട് പ്രവർത്തിക്കേണ്ട ഉണ്ണി. എന്താ ചെയ്യുക? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ കയ്യിൽ നിന്ന് വിട്ടുപോയത്, കയ്യിൽ നിന്ന് വിട്ടുപോയ കല്ല് നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടുക? വിടുന്നത് വരെ നമുക്ക് പിടിച്ചാൽ കിട്ടും. കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ആ സാധനം പോയത് തന്നെയാണ് എന്ന് പറഞ്ഞ മാതിരി വായേന്നൊരു വാക്ക് പുറത്തേക്ക് വീണാൽ അത് പിന്നെ മടക്കി വായിക്ക് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരോട് എന്തെപ്പോഴും പറയുമ്പം നല്ലോണം ആലോചനയോടെ പറയണമെന്നല്ലേ. പിന്നീട് ആ വാക്ക് കാരണം എന്ത് ചെയ്യരുത്? ദുഃഖിക്കാൻ ഇടവരരുത്. ചിലരങ്ങനെ ആലോചന ഇല്ലാണ്ട് ചിലത് ചെയ്യോണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാപ്പേ മാപ്പ് എന്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ മാപ്പേ, ഇന്ത്യ രാജ്യത്തിൻ്റെ മാപ്പും കേരളത്തിൻ്റെ മാപ്പും ലോക മാപ്പും ഒക്കെ ഇങ്ങനെ മാപ്പ് പറഞ്ഞ് നടക്കേണ്ടവരില്ലേ? ക്ഷമ പറഞ്ഞ് നടക്കണോ? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പാകതയില്ലായോണ്ടാണ്. എന്താണ്? എന്ത് പറയണ്ടു, എവിടെ പറയണ്ടു, എങ്ങനെ പറയണ്ടു, എങ്ങനെ വ്യവഹരിക്കണ്ടു എന്നൊരു വകതിരിവില്ല. അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് ഉണ്ടാവണം. എന്നിട്ടുണ്ടായില്ലേ പിന്നെ മിണ്ടാണ്ടിരിക്കണം. ഒരു ഘട്ട ഒരുവിധം പ്രായം ആയ കൂട്ടർക്കൊക്കെ എന്തുണ്ടാവും? അങ്ങനെ ഒരു എന്താ കാരണം? അവർ ജീവിതം കൊണ്ടും കുറേ കാലം കൊണ്ടും പല ജാതി സമ്പ്രദായത്തിൽ ഇടപെട്ടിട്ടൊക്കെ പഠിക്കണതാണ്. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അത്ര ഉണ്ടായി എന്ന് വരില്ല. എന്താ കാരണം? മറ്റവരുടെ അത്ര ജീവിത സാഹചര്യങ്ങളിൽ പെരുമാറാൻ സൗകര്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ രാജാവ് ശപിച്ചതൊക്കെ പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു എന്താ ചെയ്യുന്നത്? രാജാവ് പാവം കഷ്ടത്തിലായി. തൻ്റെ ശിഷ്യന്മാരായ ചില മുനികുമാരന്മാരെ പറഞ്ഞയച്ചു അവിടേക്ക്, കൊട്ടാരത്തിലേക്ക്. അവർ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ശപിച്ച വർത്തമാനമൊക്കെ പറഞ്ഞു. രാജാവ് ഇത് കേട്ടപ്പം കൊട്ടാരത്തിലെത്തിയ രാജാവിന് കൊട്ടാരത്തിൽ വന്നു. അങ്ങനെ ലേശ ആഹാരമൊക്കെ കഴിച്ചു, ദാഹമൊക്കെ മാറിയപ്പം എന്ത് തീർന്നു? ഈ വിശക്കണ സമയത്ത് എന്താണോ വികാരം, വിശപ്പ് മാറിയാൽ ആ വികാരം ഉണ്ടാവില്ല. വിശക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പലതും തോന്നും ഇല്ലേ? ദേഷ്യം തോന്നും, പല മുഷ്ടിലും ഉണ്ടാവും. വിശപ്പൊക്കെ മാറി ഇങ്ങനെ സുഖമായിട്ട് നമ്മൾ ആ പൂമുഖത്ത പടിയിൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പം ഉള്ള ഒരു വികാരം വേറെയാണ്. ഇത്തിരി കൂടി ലാഘവം ഉണ്ടാവും ബുദ്ധിക്ക്. ചിന്തിക്കാനൊക്കെ ലേശം സമയം കിട്ടും, കുറച്ചൊരു മനസ്ഥിതിയൊക്കെ ഉണ്ടാവും. ശരിയല്ലേ ഇത്? അന്ന് വിശന്ന് തളർന്ന് പരാക്രമമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ലാഘവം മനസ്സിന്
കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പം രാജാവ് കൊട്ടാരത്തിൽ വന്ന ഒരു ആശ്വാസമൊക്കെ ആയപ്പോൾ രാജാവിന് ചിന്ത വന്നി. രാജാവ് ചിന്തിച്ചു, പാവാ മഹർഷിയോട് ചെയ്തത് കഷ്ടമായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ കുമാരന്മാർ വന്ന് ശാപത്തിൻ്റെ കഥ രാജാവിനോട് പറയുന്നതേ. അപ്പം രാജാവ് ചിന്തിച്ച് എന്തായാലും നന്നായി, ചെയ്ത പാപത്തിന് ഈ ഒരു ശാപം എന്താവാം, ഒരു പരിഹാരം ആവുമല്ലോ, എന്നാലും ചെയ്ത കുറ്റം എന്തായിട്ട് തീരും, അതിനൊരു പ്രായശ്ചിത്തം ആയിക്കോട്ടെ എന്താ ഈ ശാപം. രാജാവ് ആലോചിക്കൊന്നും പറഞ്ഞില്ല. അദ്ദേഹം തൻ്റെ പുത്രനായ ജനമേജയനെ വിളിച്ച് അനുഗ്രഹിച്ച് രാജ്യം കൊടുത്തു. അദ്ദേഹത്തെ ഉപദേശിച്ചു, വേണ്ട മാതിരിയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കൊട്ടാരത്തിൽ ഇരുത്തി വാഴിച്ചു. രാജാവായിട്ട് വാഴിച്ചതിൻ്റെ ശേഷം എങ്ങോട്ട് പോന്നു, എല്ലാം ഉപേക്ഷിച്ച് ഗംഗാ നദിയുടെ കരയിൽ വന്ന് വടക്കോട്ട് കിഴക്കോട്ട് അഗ്രമായിട്ട് ദർഭ വിരിച്ചു. എന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്നു. അതിന് പ്രായോപവേശം കൊള്ളുക എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ? പ്രായോപവേശം കൊള്ളുക എന്ന് പറഞ്ഞാൽ മരിക്കണത് വരെ ഉപവസിക്കുക പറഞ്ഞാൽ എങ്ങനെയാ ഉപവസിക്കുക? നമ്മുടെ നാട്ടിലത്തെ ഉപവാസം ഒന്നും അല്ല കേട്ടോ. നാട്ടിൽ ഉപവാസമൊക്കെ ഉണ്ട്. എങ്ങനെ അതാണ് പറയേണ്ടിരിക്കുക നല്ലത്. പറഞ്ഞാൽ പിന്നെ നേരവും പോവും, കഥയും പോവും, ഒക്കെ പോവും. ശരിയല്ലേ? അത് ഉപവാസം ഒക്കെ വെച്ചാൽ നമ്മൾ ഇന്ന് നാളെ ഏകാദശി വെച്ചാൽ ഇന്ന് 2:30 ഉച്ചയ്ക്ക് ഗംഭീരമായിട്ട് ഒരിക്കലും ഊണ്. അല്ലാത്ത ജാതി ഇതിലും നല്ലത് 2 ദിവസം കൊണ്ട് ഊണായിരുന്നത്. ചിലപ്പോൾ തോന്നിപ്പോവില്ലേ, എന്നിട്ട് അങ്ങോട്ട് വല്ലാത്ത ജാതി ഊണാണ്. പിറ്റേന്നാൾ പിന്നെ നമ്മൾ അരി ഉണ്ണില്ല എന്നതിൽ 8 കിലോ ചേന, 12 കിലോ ഇതൊക്കെ ഒരാൾക്കുള്ളതന്നെ ഒക്കെ വെട്ടിപ്പോയി. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നുമല്ല അതിൻ്റെ കഥയെ. അത് പണ്ട് ചോദിച്ചില്ലേ, തിരുമേനി എങ്ങനെ ഇല്ലത്തെ വരവും ചെലവും ഒക്കെ എങ്ങനെ ഒത്തുപിടിച്ച് പോകുമോ ചോദിച്ചു. തിരുമേനി പറഞ്ഞു, ഏകാദശിയും പ്രദോഷവും ഷഷ്ഠിയും ഒരിക്കലൂണ് ഒന്നുമില്ല ചാൽ ഒക്കെ ഒത്തങ്ങോട്ട് പോവും. ഇതൊക്കെ ഉണ്ട് ചാൽ കഷ്ട. ഈ ഏകാദശി പ്രദോഷം ഷഷ്ഠി ഒരിക്കലൂണെന്നൊക്കെ പറഞ്ഞാൽ അതെ ചെലവ് കുറവായ ദിവസങ്ങളാണ്. അന്ന് ഊണ് കഷ്ടിയല്ലേ, വേണമെന്നൊന്നും ഉണ്ടല്ലോ. പക്ഷെ അന്നാണ് അധികം. അല്ല ശരിയല്ലേ? നേരെ പോക്കായിട്ട് പറയേണ്ടതാണെങ്കിലും കാര്യമുണ്ടേ. ഇതൊക്കെ ശരിയോ തെറ്റോ വെറുതെ ഇരുന്ന് ആലോചിച്ചോളൂ. അപ്പം അതങ്ങനെയല്ലേ, അന്നപാനങ്ങളില്ല, വെള്ളം കുടിക്കില്ല, ഊണും കഴിക്കില്ല, ആഹാരം കഴിക്കില്ല, അങ്ങനെ പട്ടിണി കിടക്കണം. ഹോട്ടലെ ഉപാസിക്കണതിൻ്റെ പേരാണ് എന്ത്? പ്രായോപവേശം. ഇപ്പം രാജാവ് ഗംഗാതീരത്ത് പ്രായോപവേശം കൊണ്ട് മരണം വരെ ഉപവസിച്ചിരിക്കുകയാണെന്ന് കേട്ടപ്പം മഹർഷിമാരെ, സിദ്ധന്മാരെ, യോഗീശ്വരന്മാരെ, സജ്ജനങ്ങളെ എല്ലാവരും അവിടേക്ക് ചെന്നു. രാജാവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് എല്ലാവരും വട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് രാജാവ് ചോദിച്ചു, വന്നവരോട് ചോദിച്ചു, മഹർഷിമാരെ ഞാൻ മരണകാലം അടുത്തിരിക്കുകയാണ്, മരിക്കാൻ പോണ ആളാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരൂ. ആരോട് പറഞ്ഞു? ഈ വന്ന മഹർഷിമാർ. അപ്പം അവർക്കൊന്നും വേണ്ട മാതിരി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ രാജാവ് അങ്ങനെ എല്ലാവരോടും ചോദിച്ചൊരു വിവരം കിട്ടിയില്ല. രാജാവ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് തനിക്കിപ്പോൾ എന്താരുണ്ട്, ഈ ഒരു നല്ല വർത്തമാനം, മരണകാലം അടുത്ത ആൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു നല്ല വർത്തമാനം പറഞ്ഞു തന്നൊരു വിവരം തരാൻ, ഒരു വെളിച്ചം തരാൻ, ഒരു ഉപദേശം തരാൻ ഒരു ഗുരുനാഥൻ ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിച്ച് ആര് വിഷമിച്ചു? മഹാരാജാവ് വല്ലാതെ വേദനിച്ചു. ഇതിനുള്ളിൽ രാജാവിൻ്റെ ഉള്ളിൽ ഒരു ഗുരുനാഥനെ കാണാനായിട്ടും അദ്ദേഹത്തെ തൊഴാനായിട്ടും ആ ഒരു വെളിച്ചം കിട്ടാനായിട്ടും ഉള്ളൊരു വല്ലാത്തൊരു ആകാംക്ഷയും ഒരു വിചാരവും ഒരു വേവലാതിയും ഒരു വേദനയും വിഷമൊക്കെ ഉള്ളുന്ന് പൊട്ടി പുറപ്പെട്ട സമയത്താണ്. അതല്ലേ ഇപ്പം എന്തേ പറയണോ, അതാ വരുന്നു ആര്? അങ്ങനെയുണ്ട് ഉള്ളിൽ അങ്ങനെ ഒരു അഭിവാഞ്ച ഉണ്ടെങ്കിൽ അത് വരും. ഏത് വരും? തത്രാഭവൽ. അത് അവിടേക്ക് അങ്ങോട്ട് വന്നു പൊട്ടു. ആര് വന്ന്? തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാ ഗാം അടമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭദുഷ്ടോ വൃതസ്ത്രീബാലൈരവധൂതവേഷ. അതാണ്ടായത് തത്രാഭവൽ. അവിടേക്ക് വന്നു എന്നല്ല പറഞ്ഞത്, തത്ര അഭവൽ. അവിടെ അങ്ങനെ അങ്ങോട്ടുണ്ടായി. ആര്? ശ്രീ ശുകബ്രഹ്മർഷി. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? ഭഗവാൻ വ്യാസപുത്രോ, വേദവ്യാസരുടെ മുന്നിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഭഗവാൻ എന്നാ പറഞ്ഞത്. എന്താ? ഗുരുനാഥൻ എന്നല്ല പറഞ്ഞത്, ഭഗവാൻ എന്നാണ്. ഭഗവാൻ വന്നു. അദ്ദേഹം എങ്ങനെ എതിർച്ഛയ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എതിർച്ഛാലാഭ സന്തുഷ്ടിയോടുകൂടി ലോകം മുഴുവൻ സഞ്ചരിക്കണ മഹാത്മാവാണ്. അദ്ദേഹം വന്നു. അലക്ഷ്യലിംഗൻ ആളെ കണ്ടാൽ മനസ്സിലാവില്ല. നമുക്കിപ്പോൾ ഒരാളെ കണ്ട പോലീസുകാരനാ, എങ്ങനെയാ മനസ്സിലായത്? അങ്ങാടിയിൽ ആ റോഡുമ്പിൽ നിൽക്കണ ആൾ പോലീസുകാരനെന്ന് എങ്ങനെയാ മനസ്സിലായത്? മുണ്ടും വേഷ്ടിയും കണ്ടിട്ടോ? മുണ്ടും വേഷ്ടിയും കണ്ടാൽ മനസ്സിലാവില്ല. അദ്ദേഹത്തിൻ്റെ കുപ്പായും തൊപ്പിയും പിന്നെ ഇവിടെ എങ്ങനെ മറ്റേ ജാതി സാധനം ഇവിടെ എങ്ങനെ പട്ട കൊയ്ന്നും കുട്ടിയെന്നായാലും നമ്മുടെ എഴുതി ആ പട്ടയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലായത് ആരാണ്? പോലീസുകാരനാണ്. പോലീസ് ഏത് ജാതി പോലീസാന്ന്? സാധാരണ കോൺസ്റ്റബിളാണ്, അല്ലാതെ മൂത്ത ജാതിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അവർക്ക് അടയാളം ഉണ്ടാവും, ഓരോ അതിനനുസരിച്ച് മിടുക്കിനനുസരിച്ച് പ്രൊമോഷൻ അനുസരിച്ചൊക്കെ ഉള്ള അടയാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും ആരാ എന്താന്നൊക്കെ മനസ്സിലാവും.
അപ്പം എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അടയാളം കൊണ്ട്. എന്തുകൊണ്ട്? അടയാളം കൊണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തരും അടയാളം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് നമുക്ക് അടയാളം കൊണ്ട് അത് ഈശ്വര കണ്ടില്ലേ, കുപ്പായം കണ്ടില്ലേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ആ നടപ്പ് കണ്ടില്ലേ, ശ്രീശുഖരാണ് എന്ന് മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. അതായത് ഒരു അടയാളം കൊണ്ട് ആൾ ഇന്നയാളാണെന്ന് തിരിച്ചറിയിക്കാത്ത വിധത്തിൽ ലോകത്തിൽ അങ്ങനെ നടക്കണ ആളാണ്. ഇത് നമ്മൾ രാവിലെ പറഞ്ഞില്ലേ, ശ്രീശുഖരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അതന്നെ അവിടെ പറഞ്ഞത് ഗൂഢോ മൂഢൈവേയത എന്ന് പറഞ്ഞപ്പോൾ അതാ പറയുന്നത് അലക്ഷ്യലിംഗോ നിജലാഭദുഷ്ടോ വൃതസ്ത്രീബാലൈ അവധൂതവേഷ. അവധൂതവേഷമാണ്. അവധൂതവേഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം പറയപ്പോൾ ഇതിന്? അതായത് വലിയ പട്ടുടയാടൊന്നും ചുറ്റി ചാർത്തിയിട്ടൊന്നുമല്ല, അത്യാവശ്യത്തിന് വേണ്ട വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ളൂ. ആ മട്ട് നമ്മൾ രമണ മഹർഷി എന്ന് പറഞ്ഞ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു, ഒരു വലിയ യോഗീശ്വരൻ. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ആ ഒരു കോണശീല മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കിയിരുന്നാൽ തന്നെ നമ്മൾ നേരെ പോകും. എന്താ വെറുതെ നോക്കിയാൽ മതി. ആ മഹാത്മാവിൻ്റെ കണ്ണിക്ക് നോക്കി കുറച്ചു നേരം അങ്ങനെ തൊഴുതിരുന്ന് നോക്കൂ, ആ ഒരു വെളിച്ചം ഒരു ഉള്ളിലേക്ക്. അതെന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിൻ്റെ അകത്തിരിക്കുന്ന നിഷ്കളങ്കമായ ഈശ്വരീയത എന്ത് ചെയ്യും? കുറേശ്ശെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമ്പം നമ്മുടെ ഉള്ളിലെ ആ കാലുഷ്യങ്ങളൊക്കെ കുറേ അങ്ങോട്ട് പോവും. ഇപ്പം കലങ്ങിയ വെള്ളം ഒരു പാത്രത്തിൽ നിറയെ ഉണ്ട്. അപ്പം നമ്മൾ തെളിഞ്ഞ വെള്ളം വരുന്ന പൈപ്പിൻ്റെ ചോട്ടിൽ പൈപ്പ് തുറന്നിച്ച് പാത്രം കൊണ്ടുപോയി വെച്ച് നോക്കും, കുറെ കഴിഞ്ഞ് എന്തുണ്ടാവും? നമ്മുടെ പാത്രത്തിൽ കലങ്ങിയ വെള്ളമായിരുന്നു, ചളിമണ്ണ് കലങ്ങിയ വെള്ളമായിരുന്നു. അതുകൊണ്ട് ഈ പൈപ്പിൻ്റെ തെളിഞ്ഞ വെള്ളം വരുന്ന പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചു, തുറന്നിട്ടിട്ട് നമ്മൾ പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും? പാത്രത്തിലെ വെള്ളം കലങ്ങിയിരിക്കോ തെളിഞ്ഞിരിക്കുമോ? എന്താ കാരണം? തെളിഞ്ഞിരിക്കാൻ കാരണം എന്താ? തെളിഞ്ഞ വെള്ളം കുറേ ഇങ്ങനെ വന്ന് വീഴുമ്പം കലങ്ങിയ വെള്ളം അതിനനുസരിച്ച് എത്ര കണ്ട് തെളിഞ്ഞത് വീഴുന്നു അത്ര കണ്ട് കലങ്ങിയത് പുറത്തേക്ക് പോവും. അങ്ങനെ പോയി മുഴുവനും കലങ്ങിയത് പോയി. പിന്നെ മുഴുവൻ എന്താവും? തെളിഞ്ഞ വെള്ളവും. അങ്ങനെ അതാണ് ഈ സജ്ജനങ്ങളായിട്ടുള്ള കൂട്ടുകൂടുമ്പോഴേ നമ്മുടെ ഉള്ളിൽ കലങ്ങിയ ആണെങ്കിലും ആ നന്മ ഇങ്ങനെ വന്ന് കലക്കൊക്കെ പോയി തെളിഞ്ഞു വരും. ഇതാണ് സജ്ജന സംസർഗം. അതവിടെ ഉണ്ടായത്. അങ്ങനെ ആ മഹാത്മാവ് അങ്ങോട്ട് വന്നപ്പോഴേക്ക് അദ്ദേഹത്തെ കണ്ട ത്വം ദിഷ്ടവരിഷം സുകുമാരപാദകരോരുപാഹംസകപോലഗാത്രം ചാർവായദാക്ഷോന്നസതുല്യകർണ സുഭ്രുവാനനം കമ്പുസുജാതകണ്ഠം നിഗൂഢജത്രും. അദ്ദേഹത്തിന്റെ നിഗൂഢജത്രു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? നിഗൂഢജത്രു ആരൊക്കെ നോക്കണതില്ലേ? ജത്രു എന്ന് പറഞ്ഞാൽ എന്താ ശണ്ടോ? ഇവിടെ ഒരു എല്ലില്ലേ ഇങ്ങനെ, ഒരു വിലങ്ങനെ ഒരു എല്ല് ഉണ്ടല്ലേ പൊന്തി നിൽക്കണോ, അതിന്റെ പേരാണ് ജത്രു. ശത്രു അല്ല കേട്ടോ, പൊട്ടിപ്പോയ ശത്രു. നേരെ നിൽക്കുമ്പോൾ ജത്രു പറഞ്ഞ ഈ എല്ലിന് പറയുന്ന പേരാണ് എന്താ? ജത്രു. തടിയന്മാരൊക്കെ വെച്ചാൽ തപ്പി നോക്കേണ്ടി വരും. ഒരു വിധം അങ്ങനെ വലിയ തടിയൊന്നും ഇല്ലാത്തവരാച്ചാൽ കാണും ചെയ്യാൻ തൊട്ടാലൊക്കെ അറിയും. ഇവിടെ ഒരു എല്ലില്ല, ഇവിടെ കണ്ടു നിൽക്കില്ല. അതിൻ്റെ പേരാണ് ജത്രു. നല്ല തടിച്ച് മിനുത്ത് കൊഴുത്ത ശരീരമാച്ചാൽ ഭംഗിയുള്ള അങ്ങനെ മിനുമിനാന്നുള്ള തടിച്ച ശരീരമൊക്കെ ആണെങ്കിൽ ഇത് കാണില്ല, അതങ്ങനെ മൂടിക്കിടക്കും. അങ്ങനെയുള്ളതിനെ എന്താ പറയുക? നിഗൂഢജത്രു. അത് വാൽമീകി രാമായണത്തിൽ രാമനെ കുറിച്ച് പറയുമ്പോഴും പറയും ഗൂഢജത്രു. എന്താ പറയുക? ഗൂഢജത്രു. ഗൂഢജത്രു പറഞ്ഞാൽ കാണില്ല. രാമൻ നല്ല മിനുമിന നല്ല അങ്ങനെ ഇങ്ങനെ എല്ലിച്ചിട്ടൊന്നും അറിഞ്ഞില്ല. ആര്? രാമൻ നല്ല മിനുമിനത്തെ ശരീരമാണെന്ന് പറയും. അതുപോലെ ഇദ്ദേഹം നല്ല സുന്ദരൻ, അദ്ദേഹം മഹാസുന്ദരനാണ് ശ്രീശുഖ ബ്രഹ്മർഷി. അത് പറയാനാണ് നിഗൂഢജത്രം പൃഥുതുംഗവക്ഷസം. നല്ല ഉയർന്ന നല്ല ആവർത്തനാഭീം, നല്ല വയറൊക്കെ നല്ല സുന്ദരമായ വയറ്. വലിവൽഭൂതരം ച ദിഗംബരം. ദിഗംബരനാണ് അർത്ഥം പറയണ്ട. ഇനി വക്രവികീർണകേശം. മുടിയൊക്കെ എങ്ങനെയാണ്? നമ്മുടെ മാതിരി മുടി കെട്ടി കുടുംബ കെട്ടി ചിരിച്ചു വെച്ചാലും പൂവൊന്നും തിരിക്കിട്ടില്ല. എന്താ? വികീർണകേശം. വികീർണകേശം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്ന് വെച്ചാൽ വികീർണകേശം എന്താ അർത്ഥം? നമ്മൾ കുളി കഴിഞ്ഞും തല തോർത്തി വരുന്നത് വരവില്ല തന്നെ. തലയൊക്കെ എങ്ങനെ തോർത്ത് കൊണ്ടുകൊണ്ട് നല്ലോണം തോർത്തിയിട്ടാ വരണ വരവിൽ മുടിയൊക്കെ കണ്ട എങ്ങനെ ഉണ്ടാവും? വികീർണം. വികീർണം വെച്ചാൽ നാനാവിധമായിട്ട് കിടക്കില്ലേ, പല ദിക്കിലേക്ക് ഒതുക്കല്ലാണ്ടിരിക്കില്ലേ, അതിൻ്റെ പേരാണ് എന്താണ്? വികീർണം. അങ്ങനെ പലതരത്തിൽ. അതായത് അതിലൊന്നും അലങ്കാരമൊന്നും കേശാലങ്കാരങ്ങളൊന്നും ചെയ്തിട്ടില്ല മഹാത്മാവെന്നാണ്. പ്രലംബബാഹും, നീണ്ട് മനോഹരായ കയ്യെ നോക്കൂ. അങ്ങനെ ഓരോരോ മഹിമകളുള്ള ശ്യാമം, നല്ല നിറം, ഇരുണ്ട നിറം. അങ്ങനെ ഈ മഹാത്മാവ് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് എന്താ ഉണ്ടായിച്ചാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കണ്ടപ്പോഴേക്ക് സകല മഹർഷിമാരെ എണ്ണീട്ട് അങ്ങോട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. ശ്രീശുഖരെ എല്ലാവരും തൊഴുതു. അദ്ദേഹത്തിന് 10-16 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അദ്ദേഹത്തെ നമസ്കരിച്ചു. നമ്മുടെ നാട്ടിൽ 10-16 വയസ്സായ ഒരാളിങ്ങോട്ട് കയറിയെന്ന് ആരെങ്കിലും എണീക്കുകയോ തൊഴുവോ? നല്ല കാര്യം. പക്ഷെ ശ്രീശുഖരെ കണ്ടപ്പോൾ എല്ലാവരും
സ്ഥാനം കാലും നോക്കാതെ എണീറ്റ് തൊഴുത്. അത്രയ്ക്ക് വലിയ ആളാണേ. ശ്രീശുകരെ മുമ്പിൽ കണ്ടപ്പം പരീക്ഷിത്ത് മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഗുരുനാഥ സന്തോഷായി. അഹോ അദ്യവയം ബ്രഹ്മൻ സൽസേവ്യ ക്ഷത്രബന്ധവ കൃപയാതിഥിരൂപേണ ഭവദ്ഭിസ്തീർത്ഥകാകൃതാഃ. ഗുരുനാഥ, അങ്ങ് വന്ന് ഇവിടെ കാല് വെച്ച് സ്പരിശി അങ്ങയുടെ പാദം സ്പരിശിച്ചപ്പോഴേക്ക് ഇതപ്പം എൻ്റെ കർമ്മം ശുദ്ധായി, ജന്മം ശുദ്ധായി, എൻ്റെ രാജ്യം ശുദ്ധായി, എൻ്റെ എല്ലാം വംശം തന്നെ ശുദ്ധായി. അതുകൊണ്ട് സാന്നിധ്യാപ്തേ മഹായോഗിൻ പാതകാനി മഹാന്ത്യവി സദ്യോ നശ്യന്തി വൈ പുംസാം വിഷ്ണോരിവ സുരേതരാഹ. അതല്ലേ പറയുന്നത് സാന്നിധ്യാപ്തേ. സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വന്ന് തൊടുകയൊന്നും വേണ്ട, അവിടെ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. ചന്ദനത്തിരി പോലെയാ. എന്താ പോലെ? ചന്ദനത്തിരി ഇട്ടറില്ലേ? ചന്ദനത്തിരി, ഒരു ചന്ദനത്തിരി ഇങ്ങനെ കത്തിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി കുത്തി വെച്ചാൽ മതി. മണം എവിടെ എത്തും? നമ്മുടെ മൂക്കിലെത്തില്ലേ? അല്ലാണ്ട് ചന്ദനത്തിരി കത്തിച്ചിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഓട്ടയിൽ കുത്തി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതെവിടെ കുത്തി വെച്ചാലും എവിടേക്ക് എത്തും? നമ്മുടെ അടുത്തെത്തും. എന്താ കാരണം? അതങ്ങനെയാണ്. ആ ചന്ദനത്തിരിയുടെ ആ സാന്നിധ്യം ഈ പറയണ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു അതിൻ്റെ വിവരം കിട്ടും എന്ന് പറഞ്ഞ മാതിരി മഹാത്മാക്കൾ ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് തൊട്ടോളണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു മഹിമ നമ്മളെ അങ്ങ് ഇപ്പം ഇവിടെ വന്നില്ലേ അടിയനെ അനുഗ്രഹിക്കാനായിട്ട് രാജാവ് തൊഴുതിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് കുറേ സംശയമുണ്ട്. എന്താ വെച്ചാൽ അതഃ പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവഥാ യൽ ശ്രോതവ്യമഥോ ജപ്യം യൽ കർത്തവ്യം നൃഭിഃ പ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. അതായത് അതഃ പൃച്ഛാമി, അങ്ങ് യോഗീശ്വരന്മാരുടെ ഗുരുവാ. സാധാരണ ഗുരുവല്ല, സാധാരണക്കാരുടെ ഗുരുവല്ല. പിന്നെ എൻ്റെ ഗുരുവാണ്. യോഗീശ്വരന്മാരുടെ, സാധാരണക്കാരുടെ ഗുരുക്കന്മാരാണ് യോഗീശ്വരന്മാർ. ഈ യോഗീശ്വരന്മാരുടെയും ഗുരുവാണ് അങ്ങ്. അപ്പം അങ്ങ് മഹാകേമനാണേ. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണേ, സംശയം എന്താ? ഇങ്ങനെ പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവഥാ മ്രിയമാണസ്യ പുരുഷസ്യ ഇഹ യത്കാര്യം എന്നാണ് ചോദിച്ചത്. സകല വിധത്തിലും മരണകാലം അടുത്ത് അല്ലെങ്കിൽ മരിച്ചും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത്? യൽ കർത്തവ്യം. അങ്ങോട്ട് ചോദിക്കുകയാണേ, എന്ത് ചെയ്താലാണ് നേരിയാവുക? അങ്ങോട്ട് യൽ ശ്രോതവ്യം, എന്താണ് കേൾക്കേണ്ടത്? അഥോ ജപ്യം, എന്താ ജപിക്കേണ്ടത്? യൽ കർത്തവ്യം നൃഭിഃ പ്രഭോ, എന്ത് വേണ്ടു, ഞാൻ ഏതാ ചെയ്യേണ്ടത് അങ്ങ് പറയണം. സ്മർത്തവ്യം, ആരെയാ ഞാൻ ധ്യാനിക്കേണ്ടത്? ഭജനീയം വാ, ആരെയാ ഭജിക്കേണ്ടത്? ബ്രൂഹി, ഒന്ന് പറഞ്ഞു തരണം എനിക്ക്. ഇനിയിപ്പോൾ ഇതൊന്നുമല്ലേ യദ്വാ വിപര്യം, ഇതൊന്നുമല്ലേ ചെയ്യേണ്ടത്? വേറെ വല്ലതാണോ ചെയ്യേണ്ടത്? അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ. ചോദിച്ച ചോദ്യം എന്താണ്? മരണകാലം അടുത്തയാള് അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്നയാള് എന്ത് ചെയ്യണ്ടു എന്നാ ചോദിച്ചത്. എന്താണ്? അതൊക്കെ പിടുത്തം കിട്ടിയാലേ ഇനി പിടുത്തമല്ലോ, ഇതൊരു പിടുത്തണ്ടാവില്ല. ചോദിച്ച ചോദ്യം മരണകാലം അടുത്തയാള് അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നാ ചോദിച്ചത്. അപ്പൊ ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരാണ് എന്ത്? ഭാഗവതം. ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മരണകാലം അടുത്തയാൾ മരിച്ചുകൊണ്ടിരിക്കുന്നയാളെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ആ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കും. അദ്ദേഹത്തിന് എത്ര ദിവസമുണ്ട്? 7 ദിവസമേ ഉള്ളൂ. ഈ 7 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഇന്നും നാളെ എന്ന് പറഞ്ഞ് എത്ര വേഗം അങ്ങോട്ട് പോകും. നമ്മൾ 7 ദിവസം എന്നൊക്കെ പറയും. അത് പിന്നെ ഇനി അടുത്ത ഞായറാഴ്ച നമ്മൾ അറിയോ? പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞുകൂടി പോവേ. അപ്പം അതുകൊണ്ട് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന് വെറും 7 ദിവസമേ ഉള്ളൂ ജീവിതേ. സങ്കടം തോന്നുന്നില്ലേ? ഇല്ലല്ലേ? തോന്നണില്ലേ? ആലോചിച്ച് നോക്കൂ, ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ. ഒരു 7 ദിവസമേ ഉള്ളൂ, അപ്പം എത്ര വേഗം കഴിഞ്ഞുകൂടി പോവുക. അവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സങ്കടമൊക്കെ അവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിന് എത്ര ദിവസം ഉണ്ട്? 7 ദിവസം ഉണ്ട്, കൃത്യമായിട്ട് 7 ദിവസം ഉണ്ട്. ശരിയല്ലേ? ഇത് ഒന്ന് കുറയോ? ഇല്ല. കൂടൂല്ല, കുറയൂല. 7 ദിവസം കൃത്യ. നമുക്കോ അതാ വൈകുന്നേരം ആകുമ്പോൾ പേടിപ്പിക്കാൻ തുടങ്ങി. നമുക്ക് എത്ര ദിവസമുണ്ട്? അറിയില്ല. 7 ദിവസമാണോ? 7 ആഴ്ചയാണോ? 7 മാസമാണോ? 7 വർഷമാണോ? 70 വർഷം? അത്ര വേണ്ടല്ലേ, കിടക്കട്ടെ, നമുക്കിഷ്ടമാണ്. നമ്മളൊക്കെ അറിയോ? ഇനി അതല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണോ? അതും ഒന്നും പറയാൻ വയ്യ. കേട്ടിട്ടില്ലേ? ചിരിച്ച് അല്ലേ പ്രസംഗിക്കുമ്പോൾ?
പന്ത് കളിക്കുമ്പം, ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം, ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം, ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പം, എന്തൊക്കെ ജാതി കേട്ടിട്ടുണ്ട് നമ്മളല്ലേ. ഇതിനൊന്നും ഒരു നല്ല നിയമമുണ്ടോ? ഒരു വ്യവസ്ഥയില്ലാത്ത എന്തിനേ ഉള്ളൂ, ഇതിനുള്ളത്. മറ്റേതിനൊക്കെ നമ്മൾ രാവിലെ ആയിക്കോട്ടെ, ഇന്ന് വേണ്ട, വൈകുന്നേരം സന്ധ്യ, നാളെ രാവിലെ ആയിക്കോട്ടെ, പതിവുണ്ട്. ഇതിന് പതിവുണ്ടോ? നമ്മൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വൈകുന്നേരം ആരെയും വിളിച്ചാൽ കിട്ടില്ല, നാളെ വിളിച്ചായിക്കോട്ടെ, എന്ത് നമുക്ക് പറ്റുമോ? വിളിച്ചാൽ ഇപ്പം തന്നെ പോയിണ്ടാവും. അതുകൊണ്ടാണ് ഈ മരണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പേര് സംസ്കൃതക്കാർ പറയും, പശ്യതോഹര. എന്താ പറയുക, കേട്ടിട്ടില്ലേ അല്ലേ? പശ്യതോഹരൻ. പശ്യതോഹരൻ നോക്കി നിൽക്കുമ്പോൾ കൊണ്ടുപോകുന്ന. അങ്ങനെ സാധാരണ കള്ളന്മാരൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു മറവൊക്കെ നോക്കി, ക്യാമറ ഉണ്ടോന്നൊക്കെ നോക്കി, എന്ത് അങ്ങനെ ഉണ്ടല്ലോ. ആരെങ്കിലും നോക്കി നിൽക്കുമ്പോൾ കള്ളന്മാർ കക്കില്ല, അങ്ങനെ നോക്കി അങ്ങോട്ട് കൂടെ കണ്ണ് തെറ്റിച്ചാലല്ലേ പോകുള്ളൂ. ഇതൊന്നുമില്ല, നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ചെറുപ്പക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുന്ന സമയത്ത് പരസ്പരം മുഖം നോക്കി കസേരയിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തർ ഇങ്ങനെ നിന്ന നിപ്പിന് അങ്ങോട്ട് വീണു. അപ്പം തമാശ നേരം പോക്കായിട്ടാണ് വീണതാണെന്നാണ് നിരീക്ഷിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനക്കല്ലിയെ പിടിച്ചു നോക്കിയപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാണ് നോക്കി നിൽക്കുമ്പം ഒന്നും പറയാൻ വയ്യേ. അപ്പം നോക്കൂ, ഇപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം പരീക്ഷത്തിന് 7 ദിവസം കൃത്യമായിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു കഥയില്ല, ഒരു വ്യവസ്ഥയില്ല, ഒരു സമ്പ്രദായം ഇല്ല. അപ്പൊ ചോദിക്കട്ടെ, പരീക്ഷിത്താണോ ഇപ്പൊ ഈ ഭാഗവതം ശ്രദ്ധയോടെ ഭക്തിയോടെ മനസ്സിരുത്തി കേൾക്കേണ്ടത്, അതോ നമ്മളോ? നമ്മളാണേ. പരീക്ഷിത്ത് പത്രയ്ക്ക് കേട്ടില്ല വെച്ചാൽ വിരോധമൊന്നുമില്ല. അദ്ദേഹം മഹാകേമന, ഗർഭത്തിലിരിക്കെ ഭഗവാനെ കണ്ടോനാ, പിന്നെ അപകടമായിട്ടും ചെയ്തിട്ടില്ല, മഹാകേമായിട്ട് തന്നെ ജീവിച്ചു പോന്നു. ആ മഹർഷിയുടെ കഴുത്തിലൊരു പാമ്പിനെ കൊണ്ടുപോയിട്ടു എന്നല്ലാതെ കണ്ട് എന്തെങ്കിലും അദ്ദേഹം മുമ്പോ പിമ്പോ ചെയ്തത് കഥയിലുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് അതേ ഉള്ളൂ. നമ്മൾ കൊണ്ടുപോയിട്ട പാമ്പിന്റെ കണക്കൊക്കെ പറഞ്ഞാൽ പാമ്പച്ച പാമ്പല്ല, ശരിയല്ലേ? ഇത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നമുക്ക് തന്നെ ഓർമ്മയിലിരിക്കണില്ലേ? അപ്പൊ അതാ പറഞ്ഞതേ. അപ്പൊ പരീക്ഷത്തിന് 7 ദിവസം കൃത്യമായിട്ടുണ്ട്. നമുക്ക് ഒരു രൂപമില്ലേ. രാജാവ് ഇങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പൊ അതാ പറഞ്ഞത്, ഭാഗവതം ഇവിടെ ചോദിച്ചത്, പരീക്ഷിച്ച് ചോദിച്ചത്, മരണകാലം അടുത്ത വ്യക്തി അല്ലെങ്കിൽ മരിച്ചും കൊണ്ടിരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് വാസ്തവത്തിൽ ആരാന്നറിയൂ? നമ്മൾ തന്നെയാണേ. ഈ മരണകാലം അടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഓരോ ദിവസം ഇങ്ങോട്ട് അടുത്തടുത്ത് പോണത്. പേടിപ്പിക്കാൻ പറയല്ല കേട്ടോ. അങ്ങനെ പേടി ഉണ്ടെങ്കിൽ ഇവിടെ കളഞ്ഞു പോയിക്കോളൂ, ഇല്ലെങ്കിൽ സ്വയം ഉണ്ടാവില്ല കുടുംബത്തെത്തിയാൽ. പേടിക്കാൻ നിൽക്കരുത്. എന്തിനീ പേടിക്കണത്? ഒരു ദിവസം ജീവിക്കണേ വെച്ചാൽ ആ ഒരു ദിവസം എന്തായാലും ഉണ്ടാത്തത് ഒരു ഉശിരി കുറവ്. ഒരു ദിവസം ജീവിച്ചു വെച്ചാൽ ഒരു ദിവസം ആയമായിട്ട് ജീവിക്കണം. നാളെ മരിക്കട്ടെ എന്ന് ഞാൻ നല്ലോണം വിളമ്പിക്കോളൂ കേട്ടോ. എന്ത് അങ്ങനെ വിളമ്പി ഒന്നല്ല, അങ്ങനെ ദുഃഖിച്ച് നിലവിളിച്ചാലും പോവും, അല്ലെങ്കിലും പോവേ. പിന്നെ ഇതിനെ നിലവിളിച്ച് പോലെ ചിരിച്ചു കൊണ്ടാണ് പോയാൽ പോരെ, നല്ല മട്ടില്ല, ശരിയല്ലേ? ഇത് അപ്പം എപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു ചൊല്ല് പറയും, കാരണവന്മാർ ചത്ത് കിടക്കുമ്പോഴും. അപ്പം ഇവിടെ ഉണ്ടല്ലേ അത്, ചത്ത് കിടക്കുമ്പോൾ ചമഞ്ഞ് കിടക്കുക പറഞ്ഞാൽ നാളെ രാവിലെ ചാവും. പണ്ടൊക്കെ കൊണ്ടുവന്നുള്ളൂ, ചമയട്ടെ, അങ്ങനെ ചമയെന്നാണ് അർത്ഥം. അതല്ല, മരിച്ച് കിടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്? അയ്യോ വയ്യെന്നില്ല, ഒരു അന്തസ് വിടരുത് എന്നാ പറഞ്ഞ. കിടക്കണ കിടപ്പ് കണ്ട ചത്തുന്ന് തോന്നരുത്. അപ്പോഴും ആ ഒരു പ്രസരിപ്പ്, ചത്ത് കിടക്കുമ്പോൾ ആ പ്രസരിപ്പ് ഉണ്ടാവണം വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ എത്ര വേണം ഇല്ലേ? അതാ പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ വേണ്ടാത്തതും ചിലർ അങ്ങനെ ഇനിയിപ്പോൾ ആരെന്താ എന്നിട്ട് 110ാമത്തെ വയസ്സിൽ ചാവേണ്ടത് ഇവിടെ 40-ൽ ചത്തും പോയി. വേവലാതിയുണ്ട്. അങ്ങനെയൊന്നും ആരായാലും എത്ര കഥയെന്നുള്ള എന്താണെന്ന് നമുക്ക് ശരിയ. പിന്നെ ഉള്ള കാലം നല്ലോണം സന്തോഷമായിട്ട് നല്ല ഭാവം വർത്തമാനമായിട്ട്. വാസ്തവം പറഞ്ഞാൽ ഏത് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വലിയ സ്ഥിതിയുള്ളവനായാലും സ്ഥിതി ഇല്ലാത്തവനായാലും സുന്ദരനായാലും സുന്ദരിയായാലും ആരായാലും ഇക്കാര്യം എല്ലാവർക്കും ഇങ്ങനെയാണ്. എല്ലാവർക്കും. അതിൽ മാത്രം നമ്മുടെ നാട്ടിൽ സോഷ്യലിസം ഉണ്ട്. ഒരു വലിയ ആരായാലും എങ്ങനെ, അതൊരു വല്ലാത്ത സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷഭേദം ഇല്ലാപ്പെട്ട മാത്രം പക്ഷഭേദില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കാലനെ എന്ത് പേരിട്ട് വിളിച്ചത്? ധർമ്മദേവൻ. വേറൊരു ദേവൻ ആ പേരിട്ട് വിളിച്ചിട്ടില്ല. എന്താ പേര്? ധർമ്മദേവൻ. അദ്ദേഹം ഒരാളോട് എന്ത് കാണിക്കാറില്ല? പക്ഷഭേദം കാണിക്കാറില്ല. പണക്കാരനാ, ഓടോ കൈക്കൂലി ഇട്ട് വരിക, അതൊന്നും അവിടെ ചിലവാകില്ല. സുന്ദരനാണ്, കുറച്ച് ദിവസം കൂടി സുന്ദരൻ്റെ കാര്യം അതൊന്നും അവിടെ കണക്കല്ല. ഇല്ല, വയ്യായ ഉണ്ടോ? വയ്യായ ഇല്ലെന്ന്. വയ്യായ ഉണ്ടോ പിന്നെയും കുറേ കാലം നല്ലോണം ജീവിക്കും. ഇല്ലാത്തവൻ ചിലപ്പം പോയി ഇതും വരും. ശരിയോ തെറ്റോ? ഇങ്ങനെയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും കണക്കിൽ വെക്കരുത്. ആരെയും നമ്മൾ ചൊല്ലി ദുഃഖിക്കരുത്. അപ്പം ഇവിടെ പറഞ്ഞതാണ് ഈ മരണകാലം അടുത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ 28ാമത്തെ പിറന്നാളാണ് കൊണ്ടാടിയത്. ഈ കൊല്ലം ആരും ഉണ്ടാത്തത് 23
ഞാൻ പണ്ട് സിനിമാ നടൻ പറഞ്ഞില്ലേ, അങ്ങനെയാ പറഞ്ഞു 23. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടോ, അയാൾക്ക് ഈ ആഗസ്റ്റ് 15, ജനുവരി 26, പിന്നെ ശനി ഞായറൊന്നും പബ്ലിക് ഹോളിഡേയ്സ് ആണ് അത്രേ. നമുക്കതൊക്കെ കൂട്ടുകൂട്ടു. നമ്മളങ്ങനെ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഈ ഉപായങ്ങളൊന്നും എവിടെ ചിലവാവില്ല, അവിടെ ചിലവാവില്ല, അത് കൃത്യമാണ്. അപ്പം അതുകൊണ്ട് ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മൾ പിറന്നാൾ കൊണ്ടാടുന്നതിന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ. ഇപ്പം ഇത് കേട്ടിട്ട് ആരും കൊണ്ടാടാണ്ടിരിക്കണ്ട. എന്തിനാ അത്? പിറന്നാൾ ഓരോന്നോ കൊണ്ടാടുമ്പോഴും സൂക്ഷിച്ചോളൂ ഇട്ടു, സൂക്ഷിച്ചോളൂ ഇട്ടു, സൂക്ഷിച്ചോളൂ ഇട്ടു, സൂക്ഷിച്ചോളൂ. ഇതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെ പറയും. നമ്മൾ ടു യു എന്ന് പറഞ്ഞിങ്ങനെ ആടി പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് സൂക്ഷിച്ചോളൂ കേൾക്കില്ല. ഓരോന്ന് കഴിയുമ്പോഴും ഒന്നും കൂടി ജാഗ്രത കൂട്ടിക്കോളും, നല്ലോണം നാമം ചൊല്ലിക്കോളും, ഒന്നും കൂടി ശക്തി കൂട്ടിക്കോളൂ, നല്ലോണം നമസ്കരിച്ചോളൂ, തൊഴാനൊക്കെ നല്ലോണം വന്നോളൂ. ഇങ്ങനെ ഒന്നും കൂടി ഉറപ്പിക്കണേ, ഒന്നും കൂടി നമ്മളെ വീണ്ടും 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 ഇങ്ങനെ ഉറപ്പിക്കണേ. പക്ഷെ നമ്മളതൊന്നുമില്ല. നമ്മളത് വിലങ്ങനെ മുറിച്ച് വായിക്ക് തിരികെ എച്ചിൽ വാങ്ങി മറ്റോ വായിക്ക് തിരികെ, അങ്ങനെ എല്ലാവരും എച്ചിൽ വാങ്ങി തിരികെ പുറപ്പെട്ട നാട്ടുകാർ മുഴുവൻ എച്ചിലാക്കിയാൽ നമുക്ക് സന്തോഷമായി. എനിക്കല്ലേ ഇപ്പോഴത്തെ പിറന്നാള് എന്തല്ലേ കഥയില്ല. എന്തെങ്കിലും ആവട്ടെ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഇതാണ് ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുക എന്ന്, മരണകാലം അടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? നോക്കൂ, അത് നമ്മൾ തന്നെയാണേ മരിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ 2 ജാതി കൂട്ടരേ ലോകത്തുള്ളൂ. ഒന്നും മരിച്ചു പോയതും മരിച്ചു, പിന്നെ മറ്റേത് മരിച്ചുകൊണ്ടിരിക്കണതും. അത് നടക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാട്ടെ. ഇരിക്കണം തന്നെയല്ല. മരിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രസന്റ് കണ്ടിന്യൂസ്. എന്താ അങ്ങനെ ഒന്നും മുഴുവനും പോയി. എല്ലാ ഓട്ടക്കലങ്ങൾ കുറേ എണ്ണം, 5-6 ഓട്ടക്കലങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാറ്റിനും വെള്ളം ഇങ്ങനെ കോരി. വലിയ ഓട്ടയുള്ള കാലത്തിലെ വെള്ളം പറഞ്ഞോളൂ, ഇതൊക്കെ പാർക്കാശല്ലേ. അത് വലിയ ഓട്ടയുള്ള കാലത്തിലെ വെള്ളം ആദ്യം ഇങ്ങോട്ട് തീർന്നു. അപ്പം അത് വെള്ളം തീർന്ന കാലം. മറ്റേതിങ്ങനെ തീർന്നിട്ടില്ല, പക്ഷേ അതന്നെ തീർന്നുകൊണ്ടിരിക്കുന്നത്. അർത്ഥം മനസ്സിലാവില്ലേ? അത് മതി അങ്ങനെ. അപ്പം അതുകൊണ്ട് ഈ ചോദ്യം പരീക്ഷിത്താണ് ചോദിച്ചത് വെച്ചാൽ വാസ്തവത്തിൽ ആരെ കുറിച്ചാണ് ചോദിച്ചത്? നമ്മളെ കുറിച്ചാണ്. അപ്പം ആരാ ഭാഗവതം കേൾക്കേണ്ടത്? നമ്മൾ. ഈ ബോധ്യം ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് കേട്ട് നോക്കൂ. കസേരയിലൊന്നും ഇരിക്കാൻ പറ്റില്ല. എന്താ കാരണം? അത്രയ്ക്ക് വെപ്രാളാവേ. ഇല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ഒരാലസ്യമായിട്ട് തീരും. അതാണ് ഈ ജാഗ്രത. പരീക്ഷിത്ത് ഇത്രയും ദിവസം എന്ത് ജാഗ്രതയിലായിരുന്നത്. 7 ദിവസം കണ്ടില്ല. അദ്ദേഹത്തിനൊരു ദാഹം തോന്നിയില്ല, ഒരു ക്ഷീണം തോന്നിയില്ല, മനസ്സിലായില്ല. 7 ദിവസം. ഈ ചോദ്യത്തിന്റെ ഉത്തരാണ് ഭാഗവതം എന്ന് പറയും. അപ്പൊ ശ്രീ ശുകബ്രഹ്മർഷി ഈ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു, പരീക്ഷിത ചോദ്യമൊക്കെ വളരെ നന്നായി. സാധാരണക്കാർക്ക് കേൾക്കാനും പറയാനൊക്കെ ധാരാളം ഉണ്ട്. അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനം. ഈ ലോകത്തിലെ കെട്ടുപാടായിട്ട് ആസക്തിയായിട്ട് നടക്കണവരില്ലേ, അവർക്ക് പലതും ഉണ്ട്. എങ്ങനെയാ വെച്ചാൽ, വരീയാൻ ഏഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മവിൽ സമ്മത പുംസാം ശ്രോതവ്യാദിഷു യഃ പരഃ ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്തി സഹസ്രശ അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം നിദ്രയാ ഹ്രിയതേന കഥം യവായേന ച വാവയ ദിവാചാർത്ഥേഹയാ രാജൻ കുടുംബഭരണേന വാ. ഭംഗിയായിട്ടാണ് ശ്രീ ശുകർ തുടങ്ങിയത്. സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് പല ജാതി ഉണ്ട് ചെയ്യാൻ. ഈ ആത്മബോധത്തേക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടു, ആ ഒരു ജാഗ്രതയിൽ പുറപ്പെട്ടവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടോ അവരുടെ കഥയാണ് പറയുന്നത്. നോക്കൂ, സാധാരണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടോ, നിദ്രയാ ഹ്രിയതേ നക്കതം. പകലും രാത്രി എങ്ങനെയാ കഴിയുന്നത്? പകല നമ്മൾ ഊണ് തരാക്കണം. എന്ത് തരാക്കണം? ഊണ് തരാക്കാനായിട്ട് പുറപ്പെടണം. രാത്രിയോ തരായത് ഉണ്ടുറങ്ങണു. കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ല. അതൊക്കെ തന്നെ എല്ലാവരും ചെയ്യണത്. പകല് നമ്മൾ ഊണ് കഴിക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ്. രാത്രി ഉണ്ടുറങ്ങണു. പകലും കഴിഞ്ഞു, രാത്രിയും കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രേശം കൂടി എന്താ വേണ്ടത്? തസ്മാൽ ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചതാ ഭയം. അതാ വേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ശ്രീമദ് ഭാഗവതത്തിലെ ചില മർമ്മങ്ങളുണ്ട്. ഒരു മർമ്മ പറഞ്ഞത്, മരണകാലം അടുത്തു എന്ന് തോന്നി എന്ത് വേണം? അതാ പറഞ്ഞത്, തസ്മാൽ ഭാരത സർവാത്മാവും ഭഗവാനും ജഗതീശ്വരനുമായിരിക്കുന്ന ശ്രീഹരി ഭഗവാനില്ലേ, ആ ശ്രീഹരി ഭഗവാന്റെ മഹിമകള് ശ്രോതവ്യ, ധാരാളം കേൾക്കണം. ഭഗവാനെ കുറിച്ച് ധാരാളം കേൾക്കണം. പിന്നെ എന്താ വേണം? കീർത്തിതവ്യ, കുറേ കേട്ടാലേ നമുക്ക് കുറേശ്ശെ പറയാൻ തോന്നുള്ളൂ. പിന്നെ കുറേ കേട്ട ആ സംസ്കാരം കൊണ്ട് കുറേ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം ജപിച്ചും കഥ പറഞ്ഞും അതിലങ്ങോട്ട് മുഴുകണം. പിന്നെ പോരാ, എന്തും കൂടി വേണം? സ്മർത്തവ്യൻ. പിന്നെ
പിന്നെ നമുക്ക് അപ്പോഴേ ധ്യാനത്തിൽ ഉറക്കുള്ളൂ. അപ്പൊ എന്തുണ്ടാവും? ഇതാണ് വേണ്ടത്. ഇച്ഛതാ ഭയം. എങ്ങനെയുള്ളത്? ഈ സ്മർത്തവിശിച്ഛതാഭയം. ഇച്ഛതാഭയം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭയം പോണം എന്നുള്ളവരിതാ ചെയ്യേണ്ടത്. എന്ത് ഭയം? അതാണേ നമുക്ക് എല്ലാവർക്കും ഒരു ഭയമുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, ജന്തുക്കൾക്കുണ്ട്. നമുക്ക് എപ്പോഴും ഉള്ള ഭയം എന്താ? അപ്പുറത്തെ പറമ്പിലെ മാവിന്റെ കൊമ്പ് പൊട്ടി എന്ന് പറഞ്ഞു വീഴുമ്പോൾ നമ്മൾ എവിടെ കൈ വെക്കുക? മാവിന്റെ കൊമ്പ് അവിടെ പൊട്ടി വീഴുന്നത് നമുക്കറിയാം. മാവിന്റെ കൊമ്പിന് നമ്മളോട് വിരോധമില്ലെന്നും അറിയാം. നമ്മൾ നല്ല കോൺക്രീറ്റ് ഇട്ട കെട്ടിടത്തിന്റെ അടിയിലാണ് ഇരിക്കണതെന്നും അറിയാം. അത് തലയിലേക്ക് വരില്ല എന്നും അറിയാം. എന്നാലും കൈ അടുക്കളയിലൊരു കിണ്ണം ആ അലമാരയിൽ നിന്ന് കിഴിപ്പിട്ട് വീണാൽ നമ്മൾ എവിടേക്കാ കൈ വെക്കുക? ഭൂമുഖത്ത് കിണ്ണം ഇല്ല എന്നും അറിയാം, തലയിൽ വീഴില്ല എന്നും അറിയാം. എന്നാലും കൈ എവിടെ വെക്കും? അപ്പൊ അതെന്താ വെച്ചാൽ അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ പ്രധാനം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മരണഭയം. മനുഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ആ പടിപ്പരയുടെ അപ്പുറത്ത് കിടന്നുറങ്ങണോ നായേ. അപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ ഒരു ഓലയുടെ മടല് പടക്കോന്ന് വന്നിങ്ങോട്ട് വീണു. നായുണ്ടായി ഒരു ഓട്ടം. എന്തിന്? ഓലയുടെ മടൽ എടുത്തുകൊണ്ടിരാനോ? നായ എന്തിനാ ഓടിയത്? അപ്പുറത്തെ പറമ്പിലാണ് മടല് വീണത് വെച്ചാലും ഇപ്പുറത്തെ മുറ്റത്ത് കിടന്ന് ഉറങ്ങണ നായക്ക് എന്തുണ്ട്? തൻ്റെ തലയിലേക്ക് വീണു എന്ന് സംശയം തോന്നിയിട്ട് ഓടണേ. മരണഭയം മനുഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ആ മരണഭയം പോണ്ടവര് ഭഗവാന്റെ കഥകളും നാമജപങ്ങളും മഹിമകളും ധാരാളം കേൾക്കണം. ഭഗവാനെ കുറിച്ച് കുറേ പറയണം. ഭഗവാന്റെ മഹിമകൾ കീർത്തിക്കണം. മൂന്നാമത് ഭഗവാനെ ധ്യാനിക്കണം. ഇതാ വേണ്ടത്. ഒന്നും കൂടി ഉണ്ട്. ഇങ്ങനെ ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. സാഖ്യം, യോഗം, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. ഈ പഠിച്ചതിൻ്റെ മഹിമയുണ്ടും സ്വധർമാനുഷ്ഠാനം ചെയ്തതിൻ്റെ പ്രത്യേകതയുണ്ടും ഉള്ളിലുണ്ടാവേണ്ടത് എന്താണെന്നറിയൂ? അന്തേ നാരായണ സ്മൃതി. അവസാനം നാരായണ സ്മരണ ഉണ്ടാവണം. മരിക്കാൻ പോകുമ്പോഴേ അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മൾ മരിക്കുമ്പോൾ എന്താണോ സ്മരിക്കണത് അതായിട്ട് തീരുന്നൊരു ശാസ്ത്രമുണ്ട്. മരണസമയത്ത് എന്തിനെ സ്മരിച്ചിട്ടാണോ ദേഹോപേക്ഷിക്കുന്നത് അതായിട്ട് തീരുന്നത്. മരിക്കുമ്പോൾ നായാന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു. അടുത്ത ജന്മം എന്തുണ്ട്? അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മരണകാലത്ത് ഈശ്വര സ്മരണ ഉണ്ടാവണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അന്തേ നാരായണ സ്മൃതി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് മരിക്കാറാവുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ പോരെയെന്ന്. അന്നൊന്നും ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ലത്. അതുകൊണ്ടാണ് അന്തേ നാരായണ സ്മൃതി ഉണ്ടാവണമെങ്കിൽ ആദ്യേ നാരായണ സ്മൃതി ഉള്ളവനെ കൊടുക്കണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ നല്ല പ്രായത്തിലേ ഇതിങ്ങനെ കുട്ടിക്കാലം മുതലേ കേട്ടും ശീലിച്ചും പഠിച്ചും ഉറപ്പിച്ചതേ നമുക്ക് എപ്പോൾ തോന്നുള്ളൂ? അത്യാപത്തുണ്ടാവുമ്പോഴൊക്കെ തോന്നുള്ളൂ. ശരിയല്ലേ? നടന്നു പോകുമ്പോൾ കാലിൻ്റെ തള്ളവിരല കല്ലിൻ്റെ മുള്ള ഇങ്ങോട്ട് കുത്തി തള്ളവിരലിൻ്റെ നഖം ഇങ്ങനെ ഇങ്ങോട്ട് പൊങ്ങി നിൽക്കുക, കാറിൻ്റെ പിൻഭാഗം തുറന്ന മാതിരി. ഇങ്ങനെ ഉണ്ടാവും. ചൊക്കന്നൊരു സാധനം വക്കത്തെ കൂടി ഇങ്ങോട്ട് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാലിൻ്റെ പടം ഇങ്ങോട്ട് പിടിച്ചിട്ട് അമ്മേ എന്ന് പറയും. എന്താ കാരണം? പണ്ടൊക്കെ നമ്മൾ അങ്ങനെയുള്ള അമ്മയെന്ന് വിളിച്ച് അമ്മ ഓടി വരുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ അമ്മയല്ലേ ഓടി വരിക. അല്ലെങ്കിൽ ചിലർ എൻ്റെ അച്ഛാ എന്ന് പറയും. ചിലർ അങ്ങനെയാണ് അച്ഛനെ വിളിച്ച് ശീലിച്ചത്. ചിലരാണെങ്കിലോ എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് പറയും. അങ്ങനെയാണ് ശീലിച്ചതേ. അങ്ങനെയൊക്കെയല്ലേ പറയുക. എന്താ കാരണം? എനിക്ക് അങ്ങനെ ശീലിച്ചത് അതുകൊണ്ട്. അതല്ലാതെ എൻ്റെ അമേരിക്കൻ പ്രസിഡന്റേ എന്ന് പറയും. പറയില്ല. എന്താ കാരണം? മോശക്കാരനായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടല്ലേ. അച്ഛനോടോ അമ്മോടോ ഗുരുവായൂരപ്പനോടോ ഒന്നും ഉണ്ടാക്കിയ മാതിരിയുള്ളൊരു ശീലബന്ധം. അതുകൊണ്ടാ പറഞ്ഞ് നല്ല പ്രായത്തിൽ ഉണ്ടാക്കി വെച്ചതേ നമുക്ക് എന്നിട്ടുണ്ടാവുള്ളൂ. ഒടുക്കണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നല്ല കാലത്ത് തുടങ്ങണം എന്ന് പറയുന്നത്. ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഏകാഗ്രമായി ഏകാന്തമായൊരു ഭാഗത്ത് ചെന്നിരുന്ന് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കണവര് നേരെ ഇങ്ങോട്ട് വൈകുണ്ഠത്തേക്ക് പോകും യോഗീശ്വരന്മാര്. അതിന് സദ്യോമുക്തി എന്ന് പറയും. ചിലരെന്ത് ചെയ്യും? ഓരോരോ ലോകങ്ങൾ കടന്നിട്ടും പോവാം. ഭൂലോക, ഭൂവർലോക, സ്വർലോക, മഹർലോക അങ്ങനെയും പോവാം. അതിന് ക്രമമുക്തി എന്നും പറയും. എങ്ങനെയായാലും എന്ത് ചെയ്താൽ മതി? അകാമ സർവകാമോവ മോക്ഷകാമോദരധീഹി. ഒരു കാമനയും ഇല്ലാത്തവനാണെങ്കിലും എല്ലാം കാമിക്കണവനാണെങ്കിലും മോക്ഷം മാത്രം മതി എന്ന് മോഹിച്ചവനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം വരം. കലശലായിട്ട് കഠിനമായ ഭക്തിയോഗത്തിൽ ഉറപ്പിച്ച് ഭഗവാനെ ഉറപ്പിച്ചോളൂ. അതേ വേണ്ടി എന്തിന് അരുമതി? ഭഗവാൻ മതി. ഓരോന്നിനും ഓരോ ദിക്കിക്ക് പോണ്ട. എല്ലാം ഇവിടെ ഉണ്ട്. കൽപ്പവൃക്ഷാണ്. അങ്ങനെയാണ് ഭഗവാനെ ഭജിക്കുക വേണ്ടത്.